ഹലോ എവരി വൺ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പൊ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ഒരു കൂട്ടം എന്താ പറയാ സിനിമ എന്നുള്ള ആഗ്രഹം കൊണ്ട് സിനിമയിലേക്ക് വന്ന കുറച്ച് പേരാണ്. അപ്പൊ നമുക്ക് അവരെ പരിചയപ്പെടാം, അവരുടെ വിശേഷങ്ങൾ അറിയാം. ഹലോ, എല്ലാവരും ഉണ്ട് അല്ലേ? വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പോ എന്താ പറയാ, ഒരു ന്യൂ ഇയർ വരാൻ പോവാണ്, പുതിയ വർഷം വരാൻ പോവാണ്. അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെയും സിനിമ ലോകത്തെയും എല്ലാവരുടെയും ഉള്ള വിശേഷങ്ങൾ അറിയാനാണ് നമ്മളിവിടെ കൂടിയേക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ആ ക്വസ്റ്റ്യൻസിലേക്കൊക്കെ പോണതിന് മുന്നേ ഇവിടെ ചിലവരൊക്കെ നമുക്ക് നല്ല പരിചയമുണ്ട്, ചിലവര് നമുക്ക് പരിചയപ്പെടാനുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് സ്വയം പരിചയപ്പെടുത്താമോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? എന്റെ അനിയനാണ് ഐഡിയ എന്ന് പറയാ അല്ലെ, നമ്മുടെ ഐഡിയ അത് സ്ഥാപനം ഉണ്ടായിരുന്നു. അതിന്റെ ബേസിൽ ഗാനമേള ട്രൂപ്പ് തന്നെ ഉണ്ടായിരുന്നു. കോതമംഗലംകാരാണ് കേട്ടോ. കോതമംഗലംകാര് മൊത്തം സിനിമക്കാരാണ്. നമ്മുടെ ആദർശ് സുകുമാരനെ അറിയാലോ, കാതലൊക്കെ ചെയ്ത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ അനിയനും കൂടി ഇപ്പൊ ഒരുപാട് സിനിമകൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ 2 പടത്തില് നായകനായില്ലേ. രണ്ടാമത്തെ പടം റിലീസാണ് തയ്യൽ മെഷീൻ. അപ്പൊ വിനയൻ എന്ന് പറഞ്ഞ ഡയറക്ടർ, ഇപ്പൊ നമ്മളോർക്കും മറ്റു വിനയൻ സാറല്ല കേട്ടോ, ഇത് ഇദ്ദേഹത്തിന്റെ അനിയൻ വിനയൻ കോതമംഗലമുണ്ട്. അപ്പൊ വിനയൻ കോതമംഗലത്തിന്റെ ആദ്യ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭഗത് മാനുവലിന്റെ ഒരു സിനിമയായിരുന്നു. പേരെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ്. ഒരു വ്യത്യസ്തമായൊരു സിനിമയായിരുന്നു, നല്ല കണ്ടന്റ് ആയിരുന്നു. അതിന് ശേഷം വന്നെന്ന് പറഞ്ഞാൽ ജാക്കി ഷറഫിനെ വെച്ചിട്ടൊരു മൂവി ചെയ്തായിരുന്നു. അപ്പൊ അതും ശേഷം ഇപ്പൊ നല്ലൊരു പ്രതീക്ഷയോട് കൂടി എത്തുന്ന ഒരു മൂവിയാണ് തയ്യൽ മെഷീൻ. അപ്പൊ അതിൽ നായകനാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ ഗായത്രി സുരേഷ് എന്റെ നായകനാണ്. ഗായത്രി സുരേഷ്, കിച്ചു ടെല്ലസ്, ശ്രുതി ജയൻ, അങ്ങനെ ഒരുപാട് താരനിരകളുള്ള ഒരു പടമാണ്. ഹൊറർ മൂവിയാണ്. അപ്പൊ അഭിലാഷേട്ടനെ അറിയാം. അപ്പൊ അത് വേറെ കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ ഒരു സുഹൃത്തുണ്ട് വിഷ്ണു എന്ന് പറഞ്ഞു, വിഷ്ണു കൊച്ചിക്കാരൻ. പുള്ളി അതിനകത്തൊരു ചെറിയ വേഷം ചെയ്യുന്നുണ്ട്. പക്ഷെ അവന്റെ ഒരു ആത്മാർത്ഥത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ഇന്റർവ്യൂ ഉണ്ടോ ഈ സിനിമയെ കുറിച്ച് പറയും. അത് കാരണം തന്നെ സിനിമയെ സ്നേഹിക്കുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ അവരൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് സിനിമയിൽ എന്തെങ്കിലും ആവണം. അതിനകത്ത് വിഷ്ണു ഒരു റോൾ ഉള്ളെങ്കിലും അത് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. കോമഡിയാണ്. അപ്പൊ അതാണ് അതിനെ കുറിച്ച് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ എന്തായാലും ഈ ഒരു പാട്ടാണെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് കേട്ടു, നല്ല പാട്ടാണ്. എന്തായാലും പ്രേക്ഷകർ എല്ലാവരും ഈ തയ്യൽ മെഷീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്താണ് ഇതിന്റെ സ്റ്റോറി എന്നൊന്നും ഒരു പിടുത്തം കിട്ടില്ല അല്ലേ. അതാണ് ഇവരെ ഭയങ്കര വെറൈറ്റി. കാരണം തയ്യൽ മെഷീൻ ഇനിയിപ്പോ തയ്യൽക്കാരുടെ കഥയാണോ, അങ്ങനെ അല്ല ടൈലറിങ്ങുകാരുടെ കഥയാണോ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു ഇത്. പക്ഷെ ഇതൊന്നും അല്ല, ഇതിൽ വേറെ ഒരു സസ്പെൻസ് ആണ് പടം. അതെന്തായാലും ഇവര് നമ്മള് തിയേറ്ററിൽ കാണാൻ വരുന്നവർക്ക് കൈ നിറയെ, അതായത് നമ്മളൊരു ഹോട്ടലിൽ കയറുന്ന ഫുഡ് കഴിക്കാൻ തരും, ഉറപ്പാണ്. ഇത് ഞാനൊന്ന് പറഞ്ഞു പറയിപ്പിക്കാം. ഇത് നമുക്ക് കിട്ടിയെന്നൊരു ചാലക്കുടിക്കാരൻ ചെങ്ങാതി പടം വന്നല്ലോ, മണിച്ചേട്ടൻ ഒരു നിമിഷം ഓർക്കുവാണ്. കലാഭവൻ മണിച്ചേട്ടന്റെ സിനിമയില് മണിച്ചേട്ടന്റെ അമ്മ വേഷം ചെയ്തൊരു കലാകാരിയാണ്. ഞാൻ അവിടെ വെച്ചിട്ടാണ് അഭിലാഷിനെ പരിചയപ്പെട്ടത്. പക്ഷെ എന്നെക്കാളും കൂട്ട് എന്റെ അപ്പച്ചനായിട്ടായിരുന്നു. അപ്പച്ചനും ബിനിയായിരുന്നു. അപ്പച്ചൻ ഇപ്പൊ മരിച്ചു, 5 വർഷമായി മരിച്ചിട്ട്. പക്ഷെ വേറെ കാര്യമുണ്ട്, ആ സിനിമ കിട്ടിയെന്ന് പറഞ്ഞാണല്ലോ വലിയൊരു കാര്യം തന്നെ അല്ലേ മിനി. കാരണം മണിച്ചേട്ടന്റെ സിനിമ നല്ലൊരു പടമല്ലേ, നല്ല സിനിമ. ഒരുപാട് കരഞ്ഞു. എന്റെ ഒരു കൂട്ടുകാരി കണ്ടിട്ട് കരഞ്ഞോണ്ടാ എന്നെ ഫോൺ വിളിച്ചത്. കാരണം ഒരു ചാലക്കുടിക്കാരൻ എങ്ങനെ നെഗറ്റീവ് പറയുന്ന ഒരുപാട് പേരുണ്ട്, എന്തിനാണ് അങ്ങനത്തെ പടം എടുത്തത്, എന്താണ് കാണിച്ചു വെച്ചത്. പക്ഷെ സിനിമ നല്ല രസമുള്ള ഒരു പടമാണ്. ചെന്തില് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ശരിയാണ്, കറക്റ്റാണ്. അപ്പൊ ബിനി ഇപ്പൊ മണിച്ചേട്ടന്റെ ആ ഒരു കഥ വെച്ചിട്ടുള്ള സിനിമ എന്ന് പറയുമ്പോ തന്നെ നമുക്ക് ഭയങ്കര ആ ഒരു നോട്ടബിൾ ആയിട്ടൊരു ക്യാരക്ടർ. വേറെ കാര്യമുണ്ട്, എനിക്ക് സങ്കടം എന്ന് പറഞ്ഞ വേറൊന്നും അല്ല. അതില് ഞാനും രഞ്ജു ചാലക്കുടിനെ അറിയില്ലേ, രഞ്ജു ചാലക്കുടി നായകനായിട്ട് വിളിച്ചതാണ്. നായകനായിട്ട് വിളിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് വിളിച്ചിരുന്ന സമയത്ത് വെള്ളപ്പൊക്കം മൊത്തം വെള്ളത്തിന് നിറഞ്ഞേക്കുക. എങ്ങനെയൊക്കെയോ ഞാൻ അവിടെ ചെന്നു. അപ്പൊ സാറ് പറഞ്ഞു, അയ്യോ വെള്ളം കയറിയ സമയത്തല്ലേ വന്നത്, അപ്പൊ പിന്നെ മതിയിലൊന്ന് ചോദിച്ചു സാർ. അപ്പൊ ഞാൻ പറഞ്ഞു, സാറ് വിളിച്ച സമയത്ത് ഞാൻ വന്നില്ലെങ്കിൽ സാറ് വേറെ ആരെങ്കിലും വെച്ചാലോ എന്ന് വരെ ചോദിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന് മുമ്പിൽ ഞാൻ വാസന്തി ലക്ഷ്മിയിൽ ആ പെർഫോമൻസ് അന്ധനായിട്ടുള്ള എല്ലാം കാണിച്ചു കൊടുത്തു, അങ്ങനെ എല്ലാം ചെയ്തു. അപ്പം ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ഒരു സുഹൃത്തുണ്ട് സുമേഷ് കുഡ്ലക്ക്, അവനാണ് അരുൺ ചേട്ടനോട് പറഞ്ഞിട്ടാണ് സിനിമയിലേക്ക് എനിക്ക് കിട്ടുന്നത്. അരുൺ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ മാറ്റിയുള്ളൊരു രാഷ്ട്രീയ പ്രവർത്തന. അപ്പൊ സാറായിട്ട് ഒരുമിച്ച് പോകുന്ന ഒരാളാണ്. അങ്ങനെ സാറെന്നെ വിളിക്കൂ, ഒരു ദിവസം രാത്രി വിളിച്ച് ഞാൻ അവിടെ ചെന്നു. പക്ഷെ എന്താ പറയാ, രഞ്ജുവിനെ എനിക്കൊന്നും കിട്ടിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കുറെ ആൾക്കാർ പറഞ്ഞു മണിച്ചേട്ടന്റെ സൗണ്ട് അനുകരിക്കുന്ന ആർക്കും
കിട്ടുള്ളൂ. കൊടുക്കരുതെന്ന് പറയും. കാരണം അങ്ങനെയുള്ള ആ പടത്തിൽ പാടില്ല എന്ന് പറയും. അതെന്താണെന്ന് അറിയാമോ, എൻ്റെ ക്യാരക്ടർ തന്നെ വേറെ വലിയ 2 ആർട്ടിസ്റ്റിനെ സാർ ആദ്യം സെലക്ട് ചെയ്തതാ. പക്ഷേ എനിക്ക് നമുക്കൊരു ഭാഗ്യം വേണമല്ലോ, സിനിമ എന്ന് പറയുന്ന ഒരു ഭാഗ്യമാണല്ലോ, ലക്കാണ്. അതുകൊണ്ട് അതെനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ പക്ഷെ അതിനു മുമ്പ് 2 പടം ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ചെറിയ പടമാണ്, വലുതായിട്ട് ഓടിയില്ല. പിന്നെ ഇതിലൂടെയാണ് എനിക്ക് ഇത്തിരി പ്രശസ്തി കിട്ടിയത്. കാരണം കഴിഞ്ഞ ദിവസം വിനയൻ സാറിനെ നേരിട്ട് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനും വിഷ്ണു ഉണ്ടായിരുന്നു, വിഷ്ണു കൊച്ചു ഞാനുണ്ടായിരുന്നു. സാറേ പുതിയ പടം കണ്ടു മകൻ്റെ, വിഷ്ണു ഡയറക്ടർ ആനന്ദ് ശ്രീബാല, കണ്ണ് നിറഞ്ഞു പോയി. അതുപോലെ ഒരു നല്ലൊരു സിനിമയായിരുന്നു. കാരണം വിഷ്ണു, കാരണം ഞാൻ പറഞ്ഞപ്പോൾ തന്നെ സാർ പറഞ്ഞു ആ ശരി നല്ല ഇനി സിനിമകളുണ്ട്, നിങ്ങളുടെ സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞു. കാരണം അടിപൊളി ഡയറക്ഷൻ ആനന്ദ് ശ്രീബാല. അപ്പൊ ആ സിനിമ അപ്പൊ ഞാൻ വിനയൻ സാറിനോട് പറഞ്ഞപ്പോൾ വിനയൻ സാർ പറഞ്ഞു ആ പുതിയ പടം തുടങ്ങാൻ പോവാണെന്നുള്ള രീതിയിൽ പറഞ്ഞു. കാരണം സാറിന്റെ പടങ്ങളെല്ലാം നമ്മൾ അറിയാലോ, വാസന്തി ലക്ഷ്മിയൊക്കെ എന്താ പറയാ, കരിമാടിക്കുട്ടനൊക്കെ മണിച്ചേട്ടനെ പരിഹസിച്ചവരുടെ മുമ്പിൽ നല്ല രീതിയിൽ മണിച്ചേട്ടനെ വില്ലൻ എന്ന് പറഞ്ഞ രാക്ഷസ രാജാവിലെ വില്ലൻ എന്നാ അറിഞ്ഞത് അല്ലേ? ആ ഒരു നമുക്ക് വിനയൻ സാറിന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ അതുപോലത്തെയാണ്. അന്നും ഇന്നും എന്നും തിലകൻ സാറ്, നമ്മുടെ തിലകൻ ചേട്ടൻ അവാർഡ് ചെയ്ത് മാറ്റി നിർത്തിയപ്പോൾ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനായിട്ടെന്ന് പറഞ്ഞ സാറ് വിനയൻ സാറിനെ മാറ്റി നിർത്തിയില്ല. അല്ല വിനയൻ സാറ് തിലകൻ സാറിനെ മാറ്റി നിർത്തിയില്ല അല്ലേ? കാരണം മറ്റുള്ളവര് പറഞ്ഞു ഇനി ഇയാള് സംഘടനയിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടും ചങ്കൂറ്റായിട്ട് സാറ് പറഞ്ഞു തിലകൻ ചേട്ടൻ എന്റെ പടത്തിലുണ്ടാവും. കാരണം ഞാൻ ഇത് പറയാൻ കാരണം ഞാൻ മാധ്യമങ്ങളിലൂടെ വായിച്ചറിഞ്ഞതല്ല. ഞാൻ മണിച്ചേട്ടൻ്റെ ഒരു അനുസ്മരണം ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ചാലക്കുടിയിൽ. അന്ന് സാറായിരുന്നു ഗസ്റ്റായിട്ട് വന്ന്. സാർ അവിടെ ഇരുന്ന് സംസാരിച്ച് ഞങ്ങൾ ഫ്രണ്ടിൽ ഇരുന്ന് ആസ്വദിച്ചാണ്. അപ്പൊ സാറ് പറഞ്ഞ കാര്യമാണ്, തിലകൻ എന്ന് പറഞ്ഞ നടനെ ഞാൻ സപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ എന്നെ സിനിമയിൽ നിന്ന് മാറ്റിയ ഒരാളാണെന്ന് പറഞ്ഞ് സാറ് പറഞ്ഞു. എല്ലാവർക്കും കണ്ണ് നിറഞ്ഞു പോയ ഒരു അനുഭവമായി പോയി. ഇപ്പൊ അതേ തെളിയിച്ചില്ലേ ഷമിതിന്റെ മോനെ, ഇപ്പൊ അതേ മാർക്കോ സിനിമയിൽ പക്കാ വില്ലനായിട്ട് വന്നേക്കുമല്ലേ. അതാണ് പറഞ്ഞ അനുഗ്രഹം ഉണ്ട്, അത് വല്യച്ഛന്റെ അനുഗ്രഹം എന്നാണ്, മുത്തച്ഛന്റെ അനുഗ്രഹമാണെന്ന രീതിയിലാണ് പുള്ളി പറയണത്. അപ്പൊ നമുക്കിനി ഇവരുടെ വിശേഷത്തിലോട്ട് വരാം. അതിന് ഒരാളെ കൂടെ ഒന്ന് പരിചയപ്പെടുത്താം. ഇദ്ദേഹത്തിന്റെ ഒരു ജ്യേഷ്ഠൻ കൂടെയുണ്ട്, എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് നമ്മൾ കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിച്ചാലും അതിന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന ഒരാളുണ്ടാവും, നമ്മൾ മനസ്സിലാക്കുന്ന ആളുകളുണ്ടാവും. വർഷങ്ങളായിട്ട് നമ്മുടെ കൂടെ ഉള്ള ഒരു വ്യക്തിയാണ്. എല്ലാത്തിലും ഉണ്ട്. ഒരുപാട് ആവശ്യങ്ങൾക്ക് പുള്ളി പങ്കെടുക്കുന്നതാണ്. ചാരിറ്റി മേഖലയിലൊക്കെ സഹായിച്ചാണ്. എന്തായാലും സിനിമയ്ക്ക് വേണ്ടി ഒരു പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണല്ലേ? കാരണം ഒരു നന്നായി കാണും, അതാണ് ആഗ്രഹം അല്ലേ? കൂടെ ഉണ്ട് ഒരു ആന്റണി പെരുമ്പാവൂരെയും പോലെ കൂടെ ഉണ്ടല്ലേ? അത് വലിയൊരു കാര്യമാണോ അല്ലേ? കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു എന്ത് കാര്യത്തിന് സുഹൃത്തിനെ കൊണ്ടു കിടക്കും, നമുക്ക് വിശ്വസിക്കാവുന്ന അല്ലെങ്കിൽ കൂടെ കട്ട ചങ്കായിട്ട് നിൽക്കുന്ന ഒരാളെ അല്ലേ? അപ്പൊ അങ്ങനെ അല്ലേ നമ്മുടെ സ്വന്തം വെക്കാനെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു വിഷമം ഉണ്ടെങ്കിലും തുറന്നു പറയാം, നമുക്കൊരു സഹായം വേണമെങ്കിൽ ചോദിക്കാം. അങ്ങനെയൊക്കെ ഉള്ളൊരു കാറിന്റെ ബിസിനസ് ആണ്. കാറൊക്കെ എടുക്കാറുണ്ട്. ഓ അത് ശരി ശരി ശരി. അപ്പൊ കാറിന്റെ ആവശ്യത്തിന് വിളിക്കാൻ നിങ്ങൾക്ക് അല്ലേ? അപ്പൊ ഇനി നമുക്ക് സിനിമയിലോട്ട് വരാം. ഇപ്പൊ നിങ്ങളാണെങ്കിലും പുതിയ പുതിയ ഒരു എന്താ പറയാ കുറെ വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും പിച്ച് വെച്ചിട്ട് വരുമല്ലേ? അപ്പൊ നിങ്ങക്ക് ഒരു സിനിമാ ലോകത്തേക്ക് വന്ന ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ? എങ്ങനെയുണ്ടായിരുന്നു ഇതുവരെയുള്ള മൊത്തത്തിൽ സിനിമാ ലോകം? നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെ തന്നെ ഉള്ളിലേക്ക് വരുമ്പോഴും എന്ന് തോന്നിയിട്ടുണ്ടോ? എന്നെ സംബന്ധിച്ചോളം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയിൽ ഒരു അങ്ങനെ ഒരു ഗുരുക്കന്മാരില്ലാത്തൊരു അതായത് അങ്ങനെ ഒരു ഇതില്ല നമ്മുടെ കുടുംബത്തിൽ. നമ്മൾ ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വന്ന് സിനിമയ്ക്ക് വേണ്ടി ഒരു പ്രൊഡ്യൂസറെ ഉണ്ടാക്കി അങ്ങനെ സിനിമ ചെയ്തു വന്നവരാണ് ഞങ്ങളൊക്കെ. അല്ലാതെ നമ്മൾ ചാൻസ് ചോദിച്ച് എത്രയോ സ്ഥലങ്ങളിൽ പോയി നമ്മൾ പെർഫോം ചെയ്തിട്ടുണ്ട്, എത്രയോ ഓഡീഷൻ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്, എത്രയോ കോർഡിനേറ്റർമാരുടെ കാല് പിടിച്ചിട്ടുണ്ട്. ഈ കോർഡിനേറ്റർമാരുടെ കാല് പിടിച്ച് കഴിഞ്ഞ് ഇവരുടെ കൂടെ നമ്മൾ ചെന്നാലും നമ്മൾ പിന്നീട് അറിയുന്നത് ഇവരും സിനിമ ആഗ്രഹമായിട്ട് വന്ന ആൾക്കാരാണ്. ഇത് ആർക്ക് ചാൻസ്? അങ്ങനെയല്ല, നമ്മളൊരു ക്യാരക്ടറിലൂടെ വന്ന് നമ്മളൊരു സിനിമയിലൂടെ വന്ന് ആ സിനിമയിലെ ക്യാരക്ടർ കണ്ട് ഇഷ്ടപ്പെട്ട് ഏതെങ്കിലും ഒരു ഡയറക്ടർ വിളിക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള സുഹൃത്ത് ബന്ധങ്ങളിൽ വരുന്ന സിനിമകളിലൊക്കെ ചിലപ്പോൾ വരാനും ചിലപ്പോൾ ഭാഗ്യമുണ്ട്. ഇതിലൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ബിനിയുടെ ഒരു അനുഭവം എൻ്റെ അടുത്ത ദിവസം പറഞ്ഞു. ബിനി ഒരു പടത്തിൽ അഭിനയിച്ചായിരുന്നു, പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ ഒരു വേഷത്തിലല്ലേ ബിനി? അതിനെ പറ്റി കാരണം കട്ട് ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞൊരു സിനിമയില്ലേ? ഒരുപാട് സങ്കടം മുതൽ പടം ഉണ്ടല്ലോ, ആസിഫ് അലിയുടെ അനിയൻ നായകനായിട്ടൊരു പടം ഉണ്ടായിരുന്നു. അത് കാമുകി എന്ന് പറഞ്ഞൊരു പടം അല്ല, കാമുകിയല്ല, ചെമ്പരത്തിപ്പൂ എന്ന് പറഞ്ഞൊരു പടത്തിൽ നിന്ന് നമ്മുടെ സീൻ ഫുള്ള് കട്ട് ചെയ്ത് പോയി. അതേപോലെ തന്നെ കാറ്റെന്ന് പറഞ്ഞൊരു മൂവിയിൽ നിന്നും അത് ഭയങ്കര കഷ്ടപ്പെട്ട് ചെയ്ത മൂവിയാണ്. അത് കൈയൊക്കെ പുറകിൽ കെട്ടി വെച്ചിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വന്ന ഒരു മിനി എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട് പാലക്കാടുള്ള പുള്ളിക്കാരത്തിയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഫുഡ് വരെ വാരി തന്നത്, ഡ്രസ്സ് ഇടാൻ സഹായിച്ചത്.
പക്ഷേ എൻ്റെ കൈ മരവിച്ചു പോയി കെട്ടിയിട്ടിട്ട്. എന്നിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സീന് നമ്മൾ വലിയ പ്രതീക്ഷ, ഞാൻ എല്ലാവരോടും പറഞ്ഞു പടം ഇറങ്ങോട്ടെ എല്ലാവരും പോയി കാണണമെന്നൊക്കെ പറഞ്ഞപ്പോഴില്ലേ, ഞാനാണെന്ന് പോലും ഒരു മനുഷ്യനെ അറിയാൻ പറ്റത്തില്ല. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് പടങ്ങളുണ്ട് ഇങ്ങനെ. ഞാൻ ഒരു 16-17 അങ്ങാണ്ട് മൂവി ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറേ പടം റിലീസായിന്ന് എഡിറ്റ് ചെയ്ത് പോയിട്ടുണ്ട്, റിലീസാവാതെ ഉണ്ട്, പകുതിക്ക് വെച്ച് നിന്ന് പോയതുണ്ട്. പിന്നെ എൻ്റെ ഒരു സീനും കട്ട് ചെയ്യാതെ വന്ന പടമാണ് ഇപ്പം ഈ അടുത്തിറങ്ങിയ ദയാഭാരതി. അത് നമ്മുടെ പട്ടണം റഷീദിക്ക സാറിൻ്റെ കെയർ ഓഫ് ആയിരുന്നു. അദ്ദേഹത്തെ ഞാൻ 19-ാം നൂറ്റാണ്ട് വിനയൻ സാറിൻ്റെ പടത്തിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്തായിരുന്നു, നായികയുടെ കൂട്ടുകാരിയായിട്ട്. അവിടെ വെച്ചിട്ട് പരിചയപ്പെട്ടതാണ്, അങ്ങനെ കിട്ടിയ വർക്കാണ്. അപ്പോൾ എനിക്ക് വിനയൻ സാറിൻ്റെ ചാലക്കുടിക്കാരൻ ചങ്ങാതി, പിന്നെ നാദിഷിക്കയുടെ മേരാന ഷാജി, പിന്നെ 19-ാം നൂറ്റാണ്ട്, പിന്നെ ദയാഭാരതി. പിന്നെ ഞാൻ വന്ന സമയത്തുള്ള പടങ്ങളുണ്ട്, അതും നല്ല വേഷം തന്നെയായിരുന്നു. പക്ഷേ അത് അധികം ഓടിയില്ല. വളരെ ചുരുക്കം പടത്തിൻ്റെ കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മൾ ഒരുപാട് പടം ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ഒരു വർക്ക് ചെയ്താൽ മതി. ഇപ്പം എൻ്റെ അടുത്തിടെ റിലീസ് ചെയ്യാൻ പോകുന്ന 5-ാം നാൾ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞ മൂവി, അതിനകത്ത് എന്നാത്താം കേസോടിലെ ഷുക്കൂർ വക്കീലുണ്ടായിരുന്നു. പുള്ളി ഒരു പടം ചെയ്തിട്ട് ഹിറ്റായ വ്യക്തിയാണ്. പക്ഷെ ഞാൻ 16-17 മൂവി ചെയ്തെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയണം എല്ലാവരോടും, മനസ്സിലായോ? അഭിമാനം തോന്നി. ഞാനാ നോക്കിയപ്പോ അഭിമാനം തോന്നി. ഞാനേലും പടം, കാരണം ഞാനേലും വരെ എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു ആഗ്രഹമാണ്. ഞാനാ മാസ് ചെയ്തത് ബിനിയുടെ പടമായിരുന്നു, ബിനി ജോണിന്റെ പടം. അല്ല, പൊതുവെ ഇപ്പൊ നമ്മൾ പറയും ആഗ്രഹിച്ച് ചെയ്തൊരു കഥാപാത്രം. പലപ്പോഴും ഇത് ഇപ്പൊ ബിനിക്ക് വന്ന പോലെ ഒരു അനുഭവം ഒരുപാട് പേർക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെ ആഗ്രഹിച്ച് ചെയ്ത് കാത്തിരുന്ന് ഇപ്പൊ വലിയ സ്ക്രീനിൽ കാണാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് കട്ടായി പോകുന്ന. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ ശരിക്കും അത് ഈ സിനിമയുടെ സൈഡിലത്തെ ആൾക്കാരും അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും അത് കൺസിഡർ ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഈ എന്തായാലും അത് കഷ്ടപ്പെട്ട് അവർ അഭിനയിച്ചല്ലേ, ചെറിയ സീനെങ്കിലും വെക്കാം എന്ന് അവർ കൺസിഡർ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട്? പിന്നെ തീർച്ചയായിട്ടും ഒരു പടം ഇപ്പൊ ഞാൻ പറഞ്ഞ ചുമ്മാ പറഞ്ഞ കേട്ടോ, നമ്മളെ പോലെയൊക്കെ ഉള്ള ഇപ്പൊ അഭിലാഷ് ചേട്ടനെ പോലെയുള്ള ഒരു കലാകാരൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ഇപ്പൊ പുള്ളിക്കാരനെ പോലെയുള്ള നമ്മളെ പോലെയൊക്കെ ഉള്ള കലാകാരന്മാർ ഒരുപാട് പേരുണ്ട്. ഒരു പടം ഇറങ്ങുമ്പോൾ എന്തോരം ക്യാരക്ടറുണ്ട്, എന്തെങ്കിലുമൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ആ സാധനം നമുക്ക് അങ്ങനെ ചെയ്യാലോ. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അതിന് നമ്മൾ പോയി പെർഫോം ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ പോയിട്ട് ഓഡീഷനിലൊക്കെ പങ്കെടുത്തിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ റിപ്ലൈ കിട്ടാറൊന്നുമില്ല. ചെയ്യാറ് എന്താ അതിനകത്ത് നടക്കുന്നത്? ഇത് പറഞ്ഞപ്പോ എനിക്കൊരു സങ്കടാവസ്ഥ പറയാനുണ്ട്. ശരിക്കും ഞാൻ കരഞ്ഞു പോയ അവസ്ഥയാണ്. നഹാസ് അദ്ദേഹത്തിന്റെ പടമാണല്ലോ RDX. പിന്നെ നഹാസ് എന്റെ സുഹൃത്താട്ടോ. ഞാൻ എന്താ സംഭവം അതുപോലെ നല്ല ഞാൻ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ വിളിക്കുമ്പോൾ പുള്ളി പറയും ഷൂട്ടിലാട്ടോ, ഞാൻ പടം വരുമ്പോൾ സപ്പോർട്ട് ചെയ്യാം. അന്ന് ഞാൻ റിവ്യൂ ഒന്നും പറയില്ലാത്ത ഒരാളാണ്. അലിൻ ജോസ് എന്തോ പടത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെനിക്കൊരു വേഷം കിട്ടിയത്. വേഷം എന്ന് പറഞ്ഞാൽ ലാസ്റ്റത്തെ ഫൈറ്റ്, ആ പടം എല്ലാവരും കണ്ടാണല്ലോ, എല്ലാവരും കണ്ട RDX പടങ്ങളിൽ ലാസ്റ്റത്തെ ഫൈറ്റിൽ എൻ്റെ കയ്യിൽ നിന്ന് താഴേക്ക് കത്തി ചാടുമ്പോൾ കുനിഞ്ഞിട്ട് ഇങ്ങനെ എടുക്കണ സീൻ മൊത്തം ഉണ്ട്. എൻ്റെ ഫേസ് അവിടെ കത്തി ഇങ്ങനെ കയറ്റിയിട്ട് ഞാൻ ലാൽ സാറിനെ ഇങ്ങനെ നോക്കണ സീൻ വരെ ഉണ്ടായിരുന്നു. കത്തി താഴേക്ക് കടന്ന് എടുത്ത് വെക്കുന്നു, ഇങ്ങനെ നോക്കുന്നു, അത്ര സീൻ ഉണ്ടാകും. അപ്പം ഞാനത് ഉണ്ടോയെന്ന് പറയാൻ വേണ്ടി ഒരു ക്യാമറമാൻ പോയിട്ടൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചാൽ പുള്ളി എല്ലാം കാണിച്ചു തന്നു. ഈ പടം വന്നപ്പോൾ അതില്ല, കത്തി താഴേക്ക് കാരണം ഇത്ര ഭാവമുള്ളൂ. ഞാൻ ആർട്ടിസ്റ്റിലുണ്ടെന്നുള്ള രീതിയിൽ ഞാൻ എല്ലാവരും പറഞ്ഞോണ്ട് കൊടുക്കുക. ഇപ്പൊ ബിനി പറഞ്ഞ പോലെ ഞാൻ എല്ലായിടത്തും പറഞ്ഞു അല്ലേ, പടത്തിലുണ്ടെന്ന് പറയാ. ഇത് ഇല്ല, കാരണം ആ സിനിമ ഉണ്ടല്ലോ ഭയങ്കര വിജയമായി പോയി ആർട്ടിസ്റ്റ്. ഇപ്പൊ നമുക്കത് പടം ആരെങ്കിലും കണ്ടില്ലെങ്കിൽ നമുക്ക് അത്ര ടെൻഷൻ ഉണ്ടാവും. അങ്ങനെ വിജയിച്ചൊരു പടം എനിക്കുണ്ട് കേട്ടോ. പക്ഷേ അത് ജയ അതാ പടരുത്. അതിന് ഇൻട്രൊഡക്ഷൻ സീനിൽ ഞാനാ വരുന്നത്. ബേസിലിന്റെ പടം നല്ല ഹിറ്റായ പടം. ഞാൻ എല്ലാവരോടും പറഞ്ഞ് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണ എൻ്റെ സിനിമ തന്നെ. പക്ഷേ ഞാനാണെന്ന് ഒരു മനുഷ്യനറിയില്ല. നമുക്ക് ചില പടം നമ്മൾ പേയ്മെന്റ് ഇല്ലാതെ ചെയ്തിട്ടുണ്ട്, പേയ്മെന്റ് കുറച്ച് ചില പടത്തിൽ നമുക്ക് കിട്ടാനുണ്ട്. നമ്മൾ വീട്ടിൽ അരി മേടിക്കാനായിട്ടാണ് നമ്മൾ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന ലോണും കാര്യങ്ങളെല്ലാം നമുക്കുണ്ട്. പക്ഷെ അതല്ല, നമ്മളൊരു പടം ചെയ്ത് ആ ഒരു ക്യാരക്ടർ ക്ലിക്കായാൽ നമുക്ക് പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇങ്ങോട്ട് അവരറിഞ്ഞു തരും. പക്ഷെ അതുമില്ല, സീനും ഇല്ല എന്ന് പറയുമ്പോഴില്ലേ നമുക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ആ പൈസ ഇപ്പോഴും കിട്ടാതായിട്ടുള്ള, ഇപ്പോഴും കിട്ടാനുണ്ട്, അങ്ങനെയൊക്കെ അനുഭവമുണ്ട്, നല്ല അനുഭവമുണ്ട്. ചോദിക്കാറില്ലേ? അപ്പോ ചോദിച്ചു കഴിഞ്ഞാൽ അവര് തരാന്ന് പറയും. ഇപ്പൊ ഓൾറെഡി ഗൂഗിൾ പേ വന്നേക്കണോണ്ട് ഗൂഗിൾ പേ ചെയ്യാന്നൊക്കെ ആയിരിക്കും പറയുന്നത്. പക്ഷെ ഇപ്പോഴും നമുക്ക് കിട്ടാനൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അതല്ല, അപ്പൊ നമുക്ക് ആ പടം റിലീസായി നമ്മുടെ സീൻ വരുമ്പോൾ നമുക്ക് അടുത്ത പടത്തിൽ എന്തായാലും നമുക്ക് അതിനേക്കാൾ നല്ലൊരു പേയ്മെൻറ്റ് വർക്കോ അല്ലെങ്കിൽ നല്ലൊരു ക്യാരക്ടർ നമുക്ക് കിട്ടുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാനിപ്പോൾ ക്യാരക്ടർ, അതിപ്പോൾ ഒരു സീനാണെങ്കിൽ ഒരു സീൻ
ക്യാരക്ടർ കിട്ടിയാൽ നമ്മൾ പോയി ചെയ്യാന്നുള്ളതാണ്. നമ്മൾക്ക് എനിക്ക് ഒരു ക്യാരക്ടർ എന്ന ആ ഒരു ഇതിൽ എനിക്ക് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്യും. ഞാൻ വലിയ ആർട്ടിസ്റ്റൊന്നും അല്ല എങ്കിലും ഞാൻ ചെയ്യും. പക്ഷെ നമുക്ക് ഓരോ പടം ചെയ്യുമ്പോഴും ഇല്ലേ നമുക്കൊരു വിശ്വാസമുണ്ട്. ഞാൻ 2017 മുതൽ ഇൻഡസ്ട്രിയിൽ വന്നതാണ്. കോമഡി സൂപ്പർ നൈറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ചെയ്തിട്ട് ഞാൻ കലാഭവനിൽ സ്റ്റുഡൻ്റ് ആയിരുന്നു. അവിടെ നിന്ന് ഞാൻ വന്നതായിരുന്നു. ഫിലിം കമ്പനി സ്റ്റാഫായിരുന്നു കുറേ വർഷം. ഇപ്പോൾ കമ്പനി ചെന്നൈയിലോട്ട് പോയതുകൊണ്ടാണ് അപ്പൊ ഓരോ സ്റ്റെപ്പ് വെച്ച് തന്നെ. പക്ഷേ ഇപ്പോഴും എൻ്റെ 2-3 പടം ഇനി കൊമ്പൻകൊല്ലിമന എന്ന് പറഞ്ഞൊരു പടം റിലീസാവാൻ കിടക്കുന്നുണ്ട്. അതിനകത്തൊരു നായികയാണ്. അത് മീരൻ എന്ന് പറഞ്ഞൊരു ഡയറക്ടറാണ്. പിന്നെ 5-ാം നാൾ വെള്ളിയാഴ്ച അത് ബിനു എന്ന് പറഞ്ഞൊരു ഡയറക്ടറിൻ്റെയാണ്. പിന്നെ വേറൊരു പടമുണ്ട് എബ്രഹാം എന്ന് പറഞ്ഞൊരു ക്യാമറാമാനാണ് അതിൻ്റെ ഡയറക്ടർ. അപ്പോൾ ഈ 3 പടമാണ് ഇനി ഉടനെ റിലീസാവാനുള്ളത്. പക്ഷേ മറ്റേ പടത്തിൻ്റെ പേര് എനിക്കറിയില്ല. എബ്രഹാം സാറിൻ്റെ പടത്തിൻ്റെ പേര് അന്നേരം ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഇനി എൻ്റെ ഒരു പ്രതീക്ഷ. എനിക്കൊരു കാര്യം പറയണ്ട. പിന്നെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നഗാസാർ അങ്ങനെ ഒരു നഗാസാർ പറഞ്ഞതെന്ന് വെച്ചാൽ അറിയോ, ഞാൻ പോലും അറിഞ്ഞില്ല അഭിലാഷ എന്നാ പറഞ്ഞത്. കാരണം എഡിറ്റ് ചെയ്തവർ കാണിച്ചാന്ന് പറഞ്ഞു. അസോസിയേറ്റ് ഡയറക്ടറാണ് പറഞ്ഞ സോറി പറഞ്ഞു, അടുത്ത പടത്തിൽ എന്തെങ്കിലും വേഷം ചെയ്യണം തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സിനിമയുടെ വിജയം എന്ന് പറഞ്ഞാൽ ജൂനിയർ ആർട്ടിസ്റ്റുകളാണ്. ജൂനിയർ ആർട്ടിസ്റ്റ് ഒരു വലിയ നടനോട് ഒരിക്കലും ഡയറക്ടർ വെച്ചെടുക്കണം നമ്മൾ കണ്ടിട്ടുണ്ടോ? ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് തന്നെ ഒരാൾ അവിടെ നിന്നിട്ട് എന്തെങ്കിലും സംസാരിക്കണേ, നീക്ക് എന്തിനാണോ വന്നെ മാറിക്കളാ അല്ലെങ്കിൽ അങ്ങോട്ട് മാറുക എന്നൊക്കെ ഉള്ള രീതിയിലുള്ളൊരു ഇത് പറയും. അപ്പോൾ കഷ്ടപ്പെട്ട വെയിൽ കൊണ്ട് അഭിനയം ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് ഇവർ. സത്യം പറഞ്ഞാൽ വരുന്ന ചിലവർ അഭിനയമോഹം കൊണ്ട് തന്നെയല്ല, ചിലവര് പൈസക്ക് അതുകൊണ്ടായിരിക്കും വീട്ടിലേക്ക് കുട്ടികൾക്കുള്ള ഫുഡോ കാര്യങ്ങളോ വീട്ടിലേക്കൊക്കെ വേണം. അല്ല ചിലവരെന്താ പറയുമ്പോ നല്ല റോള് കിട്ടി സിനിമയിലൊക്കെ ഉള്ള പ്രവേശനം ഒന്നും പറഞ്ഞ് വരുന്നവരും ഉണ്ട്. അങ്ങനെ അല്ല, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഈ കാര്യം എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ പൈസ കിട്ടണമെന്ന് പറയുമ്പോൾ ഗൂഗിൾ പേ ചെയ്യാന്ന് പറയും. ഈ ഗൂഗിൾ പേ ചെയ്യണമല്ലോ ചിലമാരുണ്ടല്ലോ 2 ദിവസം കഴിയുമ്പോൾ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവരെ വിളിക്കുമ്പോൾ ഒരു ഫോൺ എടുക്കത്തില്ല. കാരണം പല ഗ്രൂപ്പുകളിലും ഞാനുണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പിൽ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ ഇതുള്ള. അതിൽ ചിലവർ കരഞ്ഞുകൊണ്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ചില ചേച്ചിമാര് ഞാൻ അവിടെ പോയി നിന്ന് വണ്ടിക്കാശ് ഇല്ലാണ്ട് ഞാൻ വന്ന അവസ്ഥ അറിയോ, ഈ പുള്ളിയോട് ഒന്ന് ഇട്ട് തരാൻ പറയാന്നൊക്കെ പറയും. ആ ഗ്രൂപ്പിൽ ആ വ്യക്തി ഉണ്ട്, ആ മെമ്പർ ഉണ്ട്, എന്നാലും ഇവരൊന്നും മൈൻഡ് ചെയ്യത്തില്ല. അപ്പൊ ഇതൊക്കെ ഭയങ്കര മോശമായ കാര്യമാണ്. വിനയൻ സാറ് വന്ന് ചോദിക്കും പൈസ കിട്ടിയോ, അവരോട് പറയും. അങ്ങനെ ഒരു ചോദിക്കുന്ന ഒരു ഡയറക്ടറായിട്ട് എനിക്ക് സാറിന്റെ കാര്യം പിന്നെ ഈ കാര്യത്തിനോട് യോജിക്കണ്ടോ? അന്നന്ന് കൊടുക്കുക കൂലി 100 രൂപയാണെങ്കിലും പോകാൻ നേരത്ത് കൊടുക്കുക. അതിനോട് യോജിക്കണ്ടോ? എത്ര ആയിക്കോട്ടെ 100 രൂപയാണെങ്കിലും ഇല്ലേക്കാ ഒരു പണി കഴിഞ്ഞാൽ എങ്ങനെയാ കൂലി അപ്പൊ തന്നെ കൊടുക്കുമല്ലേ? കാരണം അവർക്ക് 100 രൂപ കാര്യമുള്ള, അല്ലാണ്ട് നാളെ തരാം അടുത്ത ആഴ്ച അവിടെ പേയ്മെന്റ് ഇട്ട് തരാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് പ്രതീക്ഷ ആയിരിക്കും തന്നെ. ചിലപ്പോൾ കടം വീട്ടിന്റെ അടുത്തുനിന്ന് പൈസ കടം വാങ്ങിക്കൊണ്ടായിരിക്കും തന്നെ. അപ്പൊ നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ കിട്ടുമ്പോഴേ നമുക്ക് ഇത് വരേണ്ട എങ്ങനെയാ ഒരാഴ്ച കഴിയുമ്പോൾ ഇടാം ഇതിൽ വരട്ടെ നിങ്ങളുടെ ഇത് ബാങ്കിന്റെ ഡീറ്റെയിൽസാ അവരുടെ ഒരു അർത്ഥമില്ല. ചിലപ്പോൾ ഈ പറഞ്ഞ സംവിധായകരെ പ്രൊഡ്യൂസർമാരെ ഈ കാര്യം അറിയുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവര് പറഞ്ഞ ചിലപ്പോൾ ഇന്ന് തന്നെ പൈസ കൊടുത്തരെന്ന് പറഞ്ഞിട്ടായിരിക്കും അവർ പോണത് അല്ലേക്കാ. പക്ഷെ ഇതൊന്നും അറിയാണ്ട് പാവങ്ങൾ ശരി 8 വരെയുള്ള രീതിയിൽ പോകും. അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്വന്തമായിട്ട് വണ്ടി എടുത്ത് തന്നെ റൂമൊക്കെ അവർ സ്വന്തമായിട്ട് ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ വണ്ടി വിടും, അല്ലെങ്കിൽ നമുക്കുള്ള ട്രാവൽ എക്സ്പെൻസ് അവർ തരും, നല്ല റൂം നമുക്ക് തരും. പക്ഷേ അവർക്ക് നമ്മളെക്കാളും പേയ്മെൻറ്റ് കുറവുമാണ് കിട്ടുന്നത്, മനസ്സിലായോ? അപ്പോൾ അത് കൊടുക്കാനുള്ള ഒരു ഇത് വേണമെന്നാണ്. കാരണം എനിക്ക് അങ്ങനെയുള്ള ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. ടോവിനൊക്കെ എന്ന് പറഞ്ഞാൽ ജൂനിയർ ആർട്ടിസ്റ്റ് വന്നാണ്, ജോയിച്ചേട്ടൻ ജൂനിയർ ആർട്ടിസ്റ്റ് വന്നാണെന്നൊക്കെ പറയുന്നുണ്ട്. കാരണം അവരൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ് സിനിമയിലേക്ക് വന്നതെന്ന് പറയാൻ ടോവിനോയും ജോയിച്ചേട്ടനാക്കിയാലും കഷ്ടപ്പെട്ട് വന്നവരുണ്ട് ഈ ഫീൽഡിലായിട്ട് ഇല്ലേ, ഒരുപാട് പേരുണ്ട്. ഞാൻ ബിനി പറഞ്ഞ ഞാൻ കോമഡി സ്റ്റാർസിൽ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റാണ്. കോട്ടയം സോമരാജനല്ലേ, കോട്ടയം സോമരാജനാണ് എന്നെ അതിലേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹം ഇപ്പം ഇല്ല, അദ്ദേഹം മരിച്ചുപോയി, പ്രണാമം അർപ്പിക്കുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ KSRTC സ്റ്റാൻഡിൽ കിടന്ന് നേരം വെളുപ്പിച്ചിട്ടാണ് പോയിക്കൊണ്ടത്. കാരണം നമുക്ക് റൂം എടുക്കാനുള്ള പൈസയില്ല. അപ്പം അങ്ങനെ ഒരു ദിവസം ഞാൻ KSRTC സ്റ്റാൻഡിൽ കിടക്കുന്ന സുമേഷ് എന്ന് പറഞ്ഞ പോലീസുകാരുണ്ട്. സുമേഷ് എന്ന് പറഞ്ഞ തിരുവനന്തപുരത്ത് പോലീസുകാരനാണ്. പുള്ളി ശിവമുരളി എന്ന് പറഞ്ഞ ആളുണ്ട് കോമഡി സ്റ്റാറിൽ. പുള്ളിയുടെ സ്കിറ്റിൽ ഇടയ്ക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ പുള്ളി കണ്ട പറഞ്ഞു, എന്നെ കണ്ട പോകുന്നിട്ട് പറഞ്ഞു എന്താണ് അഭിലാഷ് ഇവിടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നാളെ ഷൂട്ടുണ്ടെന്ന് പറഞ്ഞു. അതെന്താ ഇവിടെ കിടക്കണേ? ഞാൻ പറഞ്ഞല്ല റൂമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു കിട്ടിയില്ലാന്ന് പറഞ്ഞു. അയ്യോ അത് മോശമല്ല എന്നിട്ട് പുള്ളി സുമേഷ് എന്ന് പറഞ്ഞ ആ വ്യക്തി വിളിച്ചുകൊണ്ട് പോയി ആ സാറ് എനിക്ക് റൂം എടുത്തു തന്നു. അപ്പം എന്നാ പറയാം അന്ന് മാത്രം നമ്മളെപ്പോഴും ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലോ. അപ്പോൾ അതായത് വലിയ വലിയ ആർട്ടിസ്റ്റുകൾക്ക് ഞാൻ നോക്കുമ്പോൾ ഏഷ്യാനെറ്റ് പല റൂമ് കാര്യങ്ങൾ എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ആൾക്കാർ ഇപ്പോൾ നാളെ ഞാൻ എന്തെങ്കിലും ആയി തീർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് റൂം കിട്ടുമായിരിക്കും. ഞാൻ ഈ അഭിലാഷ ഏട്ടനെ ഞാൻ പറഞ്ഞല്ലോ വർഷങ്ങൾക്ക് മുന്നേ പരിചയമുള്ള ആളാണ്. ഞാൻ മനസ്സുകൊണ്ടെങ്കിലും ചില സമയത്ത് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹമൊക്കെ നമ്മളന്ന് ഇങ്ങനെ ഗാനമേളയും പരിപാടിയൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്ത് അന്നേ പുള്ളി
എനിക്കറിയാം ഈ അഭിലാഷേട്ടനെ സ്റ്റിക്കറൊക്കെ അടിച്ച് ഇവരുടെ തന്നെ സ്റ്റിക്കറൊക്കെ അടിച്ചിട്ടേ നമ്മളിപ്പോ കോട്ടയം സ്റ്റാൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ കോട്ടയം സ്റ്റാൻഡിന്റെ ബാത്റൂമിൽ ഈ സാധനം സ്റ്റിക്കർ ഉണ്ടാവും അഭിലാഷ് ടയത്തിന്റെ പ്രോഗ്രാം. അതുപോലെ പല സ്ഥലം എവിടെ ചെന്നാലും അഭിലാഷ് ടയർ അന്ന് തൊട്ടേ ഈ അഭിലാഷ് ടയത്തിന്റെ കഥയാണ്. എന്നെ ഒരു പരിപാടിക്ക് വിളിക്കുക ഒരാള് ഒരു അമ്പലത്തിലെ, നമസ്കാരം അഭിലാഷല്ലേ, അതെ ഒരു പ്രോഗ്രാം ഉണ്ട് ഇന്ന ക്ഷേത്രത്തിലാ, ഞങ്ങൾക്കൊരു ഇന്ന പൈസ തരാനുള്ളൂ. ചേട്ടൻ ആരെ എവിടെ നിന്ന് എന്റെ നമ്പർ എവിടെ നിന്ന് എടാ ഞാനൊന്ന് മൂത്രം ഒഴിക്കാൻ വേണ്ടി കയറിയപ്പോ ഇവിടെ സ്റ്റിക്കർ ഒട്ടിച്ചു. അപ്പൊ അന്നൊക്കെ അങ്ങനെയാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ സത്യമാണ്, അതേപോലെ അങ്ങനെ ആ പ്രോഗ്രാം ഞങ്ങൾ പോയി ചെയ്തു. പക്ഷെ പുള്ളി എന്ന് പറഞ്ഞ സാറക്കാരുണ്ട് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു. അത് ഏറ്റവും കൂടുതൽ നമുക്ക് പരസ്യം സ്പോൺസർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവര് പറഞ്ഞു എന്നു അളിയാ ഇതൊക്കെ കൊണ്ട് ഒട്ടിക്കേണ്ട ഹോട്ടലിൽ കൈ എഴുതുന്ന നിർത്ത്, ബാത്റൂമില് ആ 10 മിനിറ്റെങ്കിലും ആൾക്കാര് നോക്കണെങ്കിൽ അവിടെ പോകുമ്പോൾ നോക്കുള്ളൂ എന്നല്ലേ. പിന്നെ ബസ്സിന്റെ 2 സൈഡില് ഇങ്ങനെ അപ്പൊ നമ്മൾ ഇവരുടെയൊക്കെ ഇപ്പൊ ഇവരുടെ വീഡിയോസ് പെരേരയുടെയും അല്ലെങ്കിൽ അഭിലാഷന്റെ ഒക്കെ വീഡിയോ വരുമ്പോ ഞാൻ അങ്ങനെ ആലോചിക്കാറുണ്ട് കേട്ടോ. ഈ അയാളൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഈ കലയായിട്ടേ ഇങ്ങനെ നടന്നിട്ടേ ഇപ്പൊ അങ്ങനെ ഒരു നമ്മളത് കാണുമ്പോ എന്നിട്ട് അതിനകത്ത് ഇങ്ങനെ തെറി കമന്റുകളും പല അവഹേളിക്കുന്ന കമന്റുകളും കാണുമ്പോ അതുണ്ടാവും സ്വാഭാവികം. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കുക എത്രയോ വർഷം മുന്നേ അയാൾ അങ്ങനെ വന്നിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഞാനൊരു കാര്യം പറയാം. അതായത് തെറിക്കമന്റ് ഇല്ലാത്ത ഏതെങ്കിലും നടന്മാരുണ്ടോ? ഈ കഴിഞ്ഞ ദിവസം മമ്മൂക്കാടെ ഒരു ഫോട്ടോ ഏതൊരു പോസ്റ്റുകാരൻ ഇട്ടേക്കണ, അതായത് മമ്മൂക്ക ഇട്ടേക്കണല്ല, ഇട്ടപ്പോ അതിന്റെ താഴെ തെറിയാണ്. അത് ലാൽ ഫാൻസ് ആയിരിക്കും. പക്ഷെ എന്താ പറയുക, ലാലേട്ടനും മമ്മൂക്ക എന്ന് പറഞ്ഞാൽ ഒരേ പാത്രത്തിൽ നിന്ന് ഉണ്ണുന്ന ആൾക്കാരാ, മക്കള് സൗറാട്ടാ. ഇതുപോലത്തെ ഭ്രാന്തന്മാർക്കൊന്നും അറിയില്ല അത്. അവര് അപ്പൊ ഇത് വന്നിട്ടാണ് പച്ചത്തെറിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഏത് വ്യക്തിക്കും തെറിക്കമന്റ് ഉണ്ട്. ഈ തെറി ഇടുന്നവരോടൊരു കാര്യമുണ്ട്, ഈ തെറി ഇടാനെങ്കിലും നമ്മുടെ ഫോട്ടോയും വീഡിയോയും കയറി കാണുന്നുണ്ടല്ലോ. ഒരു ഫോട്ടോ ഇട്ടിട്ട് ലൈക്ക് ഒരു കമന്റ് എന്ന് പറഞ്ഞാൽ ഒരു 100 പേരുണ്ട്. എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഫേസ്ബുക്കിൽ തെറി വിളിക്കുന്ന മിക്ക ആൾക്കാരായിട്ട് ഞാനിപ്പോ നല്ല സൗഹൃദ. 3-4 പേരെ ഞാൻ നേരിട്ട് കണ്ടു. എന്നെ തെറി വിളിച്ച് ഞാൻ അവനെയും തിരിച്ച് തെറി വിളിച്ച് മെസ്സഞ്ചറിൽ വന്ന് അവിടെയും തെറി വിളിച്ച് ഞങ്ങളിപ്പോ കൂട്ടുകാരായി. നേരിട്ട് കണ്ട ഒരേ ഇതിലിരുന്ന് ചായയും കുടിച്ച് അളിയാ ഇപ്പൊ ബ്രോ എന്നൊക്കെ എന്നെ വിളിക്കുന്നത്. മനുഷ്യന്ന് പറഞ്ഞുണ്ടല്ലോ അത്രേ ഉള്ളൂ, അല്ലാണ്ട് വേറൊന്നുമില്ല. നിന്നെ അവിടെ വെച്ചുകൊണ്ടാലും കൊല്ലുന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പൊ നമ്മള് പെട്ടെന്ന് അയ്യോ കൊല്ലു അങ്ങനെ കഴിയില്ലേ, കൊല്ലോ ഇനി എന്നറിയില്ലേ. പക്ഷെ അത് ഒരു കൊല്ലമില്ല, ചുമ്മാ എന്തൊക്കെ വിളി. പിന്നെ ഫേക്ക് ഐ ഡി എന്ന് തന്നെ നാറികൾക്ക് ഞാൻ ശരിക്കും മറുപടി കൊടുക്കും. കൊതുക് കുത്തിയവൻ എന്താ പറയുന്നത്, എന്താ ബംഗാളിയുടെ മോനൊക്കെ പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, തിരിച്ച് ഞാൻ പറയും ബംഗാളിയുടെ മോനെന്ന് മനസ്സിലായിടാന്ന് പറഞ്ഞു ഇവിടെ പറയുന്ന. അപ്പൊ എന്ന രീതിയിൽ നല്ല മറുപടി കൊടുക്കും. പെരേരയാണെങ്കിൽ കമന്റ് നോക്കാറേ ഇല്ല, മെസ്സഞ്ചർ നോക്കാറില്ല എന്ന് പറഞ്ഞത്. ഞാനതിൽ ഓപ്പോസിറ്റ് ആയിട്ട് കൊടുക്കും. പിന്നെ ഒരു കാര്യം ഞാൻ പറയുകയാണ്, ഇദ്ദേഹം പറഞ്ഞുകൊണ്ടൊരു കാര്യം പറയാം. എനിക്ക് അഭിമാനം തോന്നിയൊരു സംഭവം ഉണ്ടായി ഏഷ്യാനെറ്റ് ചാനലിൽ വെച്ച്. രമേഷ് പിഷാരടിയില്ലേ, ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ വരാനുള്ള കാരണം മനോജ് ഗിനസ് ആണ്. കൊച്ചി നവോദയ ഗ്രൂപ്പില് ആദ്യമായിട്ട് ഒരു ഓഡിയോ കാസ്റ്റില് ഓണവും മാവേലിയും പിന്നെ നമ്മളെന്ന് പറഞ്ഞ കാസറ്റിൽ ഞാൻ ഒരു കുട്ടിയുടെ സൗണ്ട് ചെയ്തുകൊണ്ട് ഞാൻ ചെയ്തു. അതെനിക്ക് ഒരു അവസരം ഒരുക്കി തന്ന ജോൺസൺ മാമലശ്ശേരി എന്ന് പറഞ്ഞൊരു മനോരമയിലെ ഒരു ചേട്ടനാണ്. സുഗതൻ ചേട്ടനുണ്ട് ഒരു പാർട്ടിയുടെ പുറത്തുള്ള. ഇവർ രണ്ടുപേരാണ്. കാരണം ഈ മനോജ് ചേട്ടൻ്റെ ഒരു കഥ ഞാൻ മംഗളത്തിൽ വായിച്ചു. കരിങ്കലിന്റെ പണിയായിരുന്നു അച്ഛനൊക്കെ അങ്ങനെ കഷ്ടപ്പെട്ട് വന്നു. കെ എസ് പ്രസാദിന്റെ ഓട്ടം തുള്ളല് സംഭവത്തിലൂടെ കയറി വന്നൊരു കലാകാരൻ. അപ്പം ഇദ്ദേഹത്തിന് ഞാൻ ചെന്ന് കണ്ടപ്പോൾ പറഞ്ഞു മോൻ കൂടി ഇന്നു 2 സ്റ്റാറൊക്കെ ചെയ്യാന്ന് പറഞ്ഞ് നിർത്തി കഴിഞ്ഞപ്പോൾ അവിടെ വന്ന ആൾക്കാർ പാഷാണം ഷാജി, രമേഷ് പിഷാരടി ഇങ്ങനെയുള്ളതാ. പിഷാരടി ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. സാജൻ പള്ളത്തിയുടെ ട്രൂപ്പ് കളിച്ചപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ സൗണ്ട് കാണിക്കാൻ വേണ്ടി പുള്ളിനെ വിളിച്ച് കൊണ്ടിരുത്തുവാണ്. ഒന്നും അല്ലാന്ന് പറയണം. അതിനുശേഷം ഞാൻ പുള്ളിയുടെ വീട്ടിലൊക്കെ പോകാറുണ്ട്. ഇന്ന് വേറെ ലെവലായിട്ട് വന്നു. അപ്പൊ ആ കഷ്ടപ്പാടിന്റെ ഒരു ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ പിഷാരടി ചേട്ടൻ ഈയിടെ ഒരു ഇതിൽ എന്നെ കുറിച്ച് പറഞ്ഞാൽ തൊടുപുഴയിൽ നിന്ന് മൂവാറ്റിൽ നിന്ന് തൊടുപുഴയ്ക്ക് ഞാൻ വണ്ടി കയറുമ്പോൾ ഒരു സ്റ്റിക്കർ കാണാന്ന്, കയ്യും തലയും പുറത്തിടരുത് എന്ന് പറയല, അഭിലാഷ് ആട്ടായോ സുമേഷ് കുട്ടിലേക്ക് വൺമാൻ ഷോ. അപ്പൊ അത് പറഞ്ഞപ്പോ എല്ലാവരും നോക്കി, കോട്ടയം നസീർ നോക്കി. അപ്പൊ നമുക്ക് എന്നാന്നറിയോ, നമ്മളെ കഷ്ടപ്പെടുന്ന വിജയം നമുക്ക് കിട്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഇന്നും ഇന്നലത്തെ കാര്യമല്ല കേട്ടോ. എനിക്ക് തോന്നുന്നൊരു എന്റെ ഓർമ്മയിൽ ഒരു 10 വർഷം മുന്നുള്ള കാര്യം ഞാൻ ഈ പറയുന്നത്. അന്ന് 10 വർഷം മുന്നേ ഞാൻ അഭിലാഷേട്ടനെ ഇപ്പൊ നേരിട്ട് കാണുന്ന തന്നെ ഒരു 10 വർഷം പരിചയപ്പെടാൻ കാരണം ബൈജു കുട്ടമ്പഴ എന്ന് പറഞ്ഞ സിംഗർ ഉണ്ട്, നല്ല പാട്ടുകാരനാണ്. പക്ഷെ എന്നാ വേറൊരു കാര്യം ഞാൻ പറയാം. ഇത് ഞാൻ ഈ ഇപ്പൊ വന്ന വഴിക്കാണെങ്കിലും ഞാനിങ്ങനെ നാസർ ഖാനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ അഭിലാഷ് ആട്ട എന്ന് പറഞ്ഞിട്ട് ഇതാരാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ചുമ്മാ ഇങ്ങനെ ഒരു ചാനൽ എടുത്തു കഴിഞ്ഞപ്പോ പെരേരയുടെയും പുള്ളിയുടെ മാത്രം ഒരു 5 വീഡിയോ ഞാൻ ഇപ്പൊ ഇങ്ങ് വന്ന വഴിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇവരൊക്കെ ഇങ്ങനെ കളിയാക്കുന്നുണ്ടല്ലോ. കളിയാക്കുന്നതിന് അപ്പുറത്ത് ഒരു ചരിത്രമുണ്ട്.
അതാണ് ഞാൻ പറഞ്ഞത്. ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പൊ ഈ വരുന്ന 15, 16, 17 ഞാനും പെരേരും ചോലവിസ്കി എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിക്കാൻ പോവാ, റിയാസ് മുഹമ്മദിന്റെ അമീറയിലെ. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡയറക്ടേഴ്സിന് അവര് ഞങ്ങളെ വിളിക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, ഈ പരിഹസിക്കുന്ന ആൾക്കാർക്ക് അറിയില്ല. അതായത് അവര് വിളിച്ചിട്ടൊരു അവസരം ഉണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാ? നമ്മൾ ആരും അറിയില്ലാത്ത ഒരാളാണെങ്കിൽ വിളിക്കുവോ? പിന്നെ പിന്നീട് ഒരു കാര്യം, നമ്മള് തമ്മിൽ കൂട്ടാണെങ്കിൽ അത് തെറ്റിക്കാൻ വേണ്ടി ആൾക്കാർ നോക്കൂ. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ മുഖേന ഞാൻ രക്ഷപ്പെടുന്നല്ല, തെറ്റിപ്പിക്കും. വേറൊരു കാര്യം പറയട്ടെ, ഈ അഭിലാഷനെ ഇത് പറഞ്ഞുകൊണ്ട് പറയണേ. അപ്പൊ ഞാൻ ഇന്നാളൊരു വീഡിയോ ആയിട്ട് ഒരു സുഹൃത്തിന് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. ഇവര് അങ്കമാലിൽ വന്നൊരു പ്രശ്നം ഉണ്ടാക്കുക, ഇവർ ക്രിയേറ്റ് ചെയ്ത സംഭവം ഒരു ഓട്ടോ സ്റ്റാൻഡിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞേ, ഈ അഭിലാഷേട്ടനൊക്കെ നേരെ നമ്മുടെ ഫ്രണ്ടായിരുന്നു. ഇപ്പൊ ഇങ്ങനെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവരിങ്ങനെ എന്ന് പറഞ്ഞാൽ നേരെ പറയാം, അവനൊക്കെ കഞ്ചാവട്ടോ, അവന്റെ കൂടെ നിൽക്കരുത് കേട്ടോ, ഒക്കെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കൂട്ടോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കറിയാവുന്ന, അതായത് ഇവരെയൊക്കെ കാണുന്നത് ആ ഒരു രീതിയിലാണ്. പക്ഷെ ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, ഇയാളെയൊക്കെ അറിയാവുന്ന ആളുകൾ ഒരിക്കലും പറയില്ല. പിന്നെ ഒരു അഭിമാനം എന്നൊരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ ചെയ്ത പുഷ്പ ഫ്ലവേഴ്സിൽ കോമഡി ഉത്സവത്തിൽ അവന്മാരെ എടുത്തു. എനിക്ക് അനു ബ്ലോഗ് ഇപ്പൊ ഇട്ട് തന്നേക്കുക. അതായത് അന്ന് തെറി വിളിച്ച് ഇല്ലേ, ഞാൻ ചെയ്ത എന്റെ പേരിൽ ആ സാധനം അവന്മാര് ഫ്ലവേഴ്സിൽ സ്കിറ്റാക്കി. അപ്പൊ അനു പറഞ്ഞു, കണ്ടില്ല അഭിലാഷേ, നമ്മൾ ചെയ്ത സാധനം അവന്മാരെടുത്തത്, നിന്നെയാണ് ഇട്ടേക്കണത്. അല്ല വെട്ടിയാറ് എന്നെ പെരേരേന് ആറാടന് റിവ്യൂ പറയുന്നില്ല. ഞാനപ്പോ പറഞ്ഞ മണിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ മണിച്ചേട്ടൻ ഒരു പാട്ട് പാടാറെന്ന് പറഞ്ഞ് ഞാൻ ചാർന്നത്, ഞാൻ പെരേര അങ്ങോട്ടും ചാർന്നത്. അപ്പം അവരും ആ ഞങ്ങളുടെ കണ്ടന്റ് എടുക്കുന്നുണ്ട്. ആണ്. അപ്പൊ ഇനി എന്താ പറയാൻ വന്നല്ലോ മറ്റേ സൗഹൃദത്തിനെ കുറിച്ച്? നമ്മൾ കൂട്ടുകൂടുമ്പോൾ പലരും നെഗറ്റീവായിട്ട് പറയുന്നത്. അത് പറഞ്ഞിട്ടുണ്ട്. അത് പുള്ളിക്കാരന് എന്നെ മൂവാറ്റുപുഴ ഇവരുടെ നാട്ടിലൊരു സ്കൂളിൽ ആനിവേഴ്സറിക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഇട്ട് തന്നപ്പോൾ ഞാനത് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്തപ്പോൾ ഒത്തിരി പുള്ളീനെ കുറിച്ച് പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷെ ഈ പറഞ്ഞ ആൾക്കാരൊന്നും നമുക്കൊരു ഭാരം ചെയ്തിട്ടില്ല. അത് വേറെ കാര്യം, അവർ കുറ്റം പറയാനുണ്ട്. പിന്നെ ഈ സമൂഹത്തിൽ ആരാണ് ഒരാളെങ്കിലും നല്ലതുണ്ടോ? ഒരാളുടെ പേര് പറയാൻ പറ്റുമോ നല്ലതായിട്ട്? അതില്ല. അപ്പൊ എല്ലാവർക്കും അവരവരുടേതായ എന്തെങ്കിലും കൂട്ടുകാരുണ്ട്. അശ്വതി ഇദ്ദേഹത്തിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എന്റെ. അശ്വതി. പിന്നെ അഭിലാഷ് എനിക്ക് മാഹിൻ മൂവാറ്റുപുഴ, പുള്ളിക്കാരൻ നല്ല സിംഗറാണ്. അറിയില്ലേ നമ്മുടെ ചാനലിലൊക്കെ വന്നത്? മാഹിൻ മൂവാറ്റുപുഴ പിന്നെ നല്ല ഫ്രണ്ടാണ്. അപ്പൊ അവൻ എന്റെ ഒരു നല്ലൊരു കൂടപ്പറപ്പിനെ പോലെയാണ് മാഹിൻ മൂവാറ്റുപുഴ. കാരണം അവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പാട്ട് പഠിച്ചിട്ടല്ല പാട്ടുകാരനായത്. കാരണം എന്താന്ന് വെച്ചാൽ അവന് ഇന്ന് ആളുകൾ ഇന്നും പാടുന്ന പല പാട്ടും ഞാൻ ഞെട്ടിപ്പോണ്ട്. നല്ല രസമായിട്ട് പാടുന്നുണ്ട്, രസമായിട്ട് പാടുന്നുണ്ട്. കാരണം ഒരു ഷാപ്പിലെ പാട്ട് കഴിഞ്ഞ ദിവസം പാടിയിട്ട് എൻ്റെ പിന്നെ ഞാൻ ചോദിച്ചു കണ്ടെടുത്ത്, എടാ നീ തന്നെയാണോ പാടണേന്ന് ചോദിച്ചു. കാരണം ഒരു വ്യക്തിക്ക് ചിലവർ പറയണം നിന്റെ പാട്ടൊക്കെ നിന്നെ കൊള്ളാം, 10 പേര് പറയുമ്പോൾ നമ്മൾ അടച്ചു പൂട്ടി വീട്ടിലിരുന്ന് എന്താ സംഭവിക്കണമെന്ന് പറയും. നമ്മൾ പിന്നെ ഒന്നും ആവത്തില്ല. കേട്ടോളെ, ഇവനെന്ത് ചെയ്തെന്ന് അറിയോ? കമന്റ് ഇടുന്നവരോട് ലവ് ചിഹ്നം ഇട്ട് കൊടുത്തു. കമന്റ് ഇന്നൊരു സംഭവം ഉണ്ടായി. നമ്മുടെ ഒരു ഇതില് മായനൊരു തെറി ഒരുത്തം വിളിച്ചേക്കുക. അപ്പൊ അവൻ ചോദിച്ചു മറുപടി എന്നാന്നറിയോ, എന്തിനാണ് ബ്രോ എന്നെ തെറി വിളിക്കണെന്ന് ചോദിച്ചു. ആ സ്ഥാനത്ത് അവനെ തിരിച്ച് അതേ തെറി വിളിച്ചിരുന്നെങ്കിൽ അവനെ വീണ്ടും തെറി വിളിച്ചു. അവൻ മായം പറഞ്ഞാൽ നേരിട്ട് ഒരാൾ വ്യക്തി വിളിച്ചു കഴിഞ്ഞാൽ അവൻ പിന്നെ പോവില്ല. അവനങ്ങനെ തന്നെ ചെയ്യൂട്ടോ. നേരിട്ടൊരു വ്യക്തി വന്ന് അവന്റെ മുഖത്ത് നോക്കി വിളിച്ചു കഴിഞ്ഞാൽ അവൻ പോവില്ല. അത്ര ധൈര്യമുണ്ട്. അത് ഞാൻ അനുഭവമുണ്ട്. കാരണം അവന്റെ പേജിന്റെ താഴെ നിന്ന് തെറി വിളിച്ചപ്പോൾ ലോട്ടറി കടയിലൊരു പയ്യനാണ്, അവൻ വലിച്ചടിച്ചിട്ട് തള്ളണ ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ഉമ്മാനെ വാപ്പാനെ കുറിച്ചുള്ള തെറിയായിരുന്നു വിളിച്ച്. മനസ്സിലായില്ലേ? അപ്പൊ അത് ഇപ്പൊ ഇന്നാളെ കഴിഞ്ഞ ദിവസം ഞാൻ അവനെ ഇവിടെ പോയപ്പോ ആ പയ്യൻ ഇക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ അപ്പൊ നിങ്ങൾ കൂട്ടുകാരായില്ലേന്ന് ചോദിച്ചു. പുള്ളിക്ക് ഭയങ്കര സ്നേഹമാണ്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ മായം പറഞ്ഞ കാര്യമാണ്, ഈ തെറിയെഴുത്തന്മാരുടെ പുറകെ നമ്മൾ പോയി തെറിയിടുന്ന ഒരു അർത്ഥമില്ല. അത് നമ്മൾ കാണാണ്ടിരുന്നാൽ മതി എന്നാണ് മാഹിം പറഞ്ഞത്. അത് ഞാൻ യോജിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ എന്തിനാണ് വെറുതെ അവന്മാർ വീണ്ടും തെറി വിളിക്കും? ആ മറ്റുള്ള നമ്മുടെ ബന്ധുക്കാരെ സ്വന്തക്കാരെ കാണുമ്പോൾ നമ്മൾ തിരിച്ചു വിളിക്കുന്ന തെറി കാണും എന്നാണ് മാഹിം മാറ്റ പറയുക. കേട്ടോക്ക. അല്ലാണ്ട് തെറി വിളിക്കാൻ കഴിവില്ലാഞ്ഞിട്ടല്ല. ഈ വിളിക്കുന്നത് ബെനിക്കാണ്, എനിക്കാണ്, ഇദ്ദേഹത്തിനാണ്, ഇക്കാക്കാണെങ്കിലും ആദർശ് ഭായിക്കാണെങ്കിൽ ഒരു തെറി തിരിച്ചു വിളിക്കാൻ അറിയാഞ്ഞിട്ടല്ല അല്ലേ? കുറേയൊക്കെ നമ്മൾ കാണാണ്ട് വയ്ക്കുന്ന മൈൻഡ് ചെയ്യാത്ത എന്തുകൊണ്ടാണ്? നമ്മുടെ ബന്ധുക്കാരുണ്ടല്ലോ, സ്വന്തക്കാര്, ഫ്രണ്ട്സ്, അങ്ങനെയുള്ളവരെ കാണും. പക്ഷേ എന്ന് കാണിക്കും. പക്ഷെ അവർ മോളുള്ള കമന്റ് നോക്കൂല. നമ്മളെ വിളിച്ചിട്ടാണ് തിരിച്ചു പറയുന്നുള്ള കമന്റ് നോക്കുന്നുണ്ടോ? ഒരിക്കലും ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ വിളിച്ച തെറി മാത്രം എടുത്തിട്ട് ഇട്ട് കൊടുക്കും. ഇനി ഒരു ദിവസം എനിക്ക് ഇട്ട് തരിക, ഇത് എന്ത് തെറി അഭിലാഷ് വിളിച്ചേക്കാന്നത്. എടി അപ്പൊ ഞാൻ പറയും, എടി ഇത് ഞാൻ പറയട്ടെ എന്ന് പറയുമ്പോഴത്തെ ഇവർ കട്ട് ചെയ്തിട്ട് പോയി. കാരണം എന്താണെന്ന് അതിന് മുകളിലുള്ള തെറി ബിനി കണ്ടായിരുന്നെങ്കിൽ ബിനി സത്യം പറയാം അവനെ വലിച്ചടിച്ച് കൊല്ലാൻ പറഞ്ഞേനെ. കാരണം അതുപോലത്തെ തെറിയാണ് നമ്മുടെ വീട്ടുകാരവൻ വിളിച്ചത്. മനസ്സിലാവുണ്ടോ? അത് മാന്യായിട്ട് പറഞ്ഞു, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിയുമ്പോഴാണ് ഇവൻ വീണ്ടും വിളിച്ചോണ്ട് വരുമ്പോൾ നമ്മൾ പറഞ്ഞു പ്രതികരിച്ചു പോകും. മനസ്സിലായില്ലേ? അത് ഫേക്ക് ഐഡി. ഈ കൊതുക് കുത്തിയവൻ, ബംഗാളി, പിന്നെ പൂവും കായയുടെ ഒക്കെ വല്ല ഇതായിരിക്കും. പിന്നെ വേറെ ഈ മായം പോയൊന്നും ഒരു ഇതല്ല, നമ്മൾ തന്നെ ഉണ്ടാക്കിയ സാധനമല്ലേ, അതിൽ വല്ല കാര്യമൊന്നുമില്ല.
ഈ കല്ലെന്ന് പറഞ്ഞ തെറിയാന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കും. 10 പേര് പോടാ കല്ലേ തെറിയാക്കി കഴിഞ്ഞാൽ അല്ലേ? ആണോ അല്ലയോ? ആണോ അല്ലയോ? ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ആരും നെഗറ്റീവായിട്ട് എടുക്കരുത്. ഇപ്പൊ കളിയാക്കാനുള്ള ഒരു അർത്ഥം ഉണ്ടല്ലോ. എന്താണ് കളിയാക്കുന്നതിനുള്ള അർത്ഥം? പറയില്ല. ഓക്കെ, അതായത് ഊക്ക് എന്നുള്ള സാധനമാണ്. അതൊരു നെഗറ്റീവ് അർത്ഥമുള്ള ഒരു വാക്കാണ് ഊക്ക് എന്നുള്ളത്. പക്ഷെ ആദ്യമേ നമ്മളത് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോയി. എന്താണ് ചില നാടുകളിലുള്ള എടാ ഞാൻ പറഞ്ഞേക്കാം. അപ്പൊ ഊക്ക് എന്ന് പറയുക കളിയാക്കുക എന്നുള്ള സംഭവമാണ്. അപ്പൊ ചിലവർക്ക് അത് കേൾക്കുമ്പോൾ എന്നുള്ളൊരു ചമ്മലുണ്ടല്ലോ. ഞാൻ ഞെട്ടിപ്പോയി. ഒരു ആങ്ങളെയും പെങ്ങളും വീഡിയോ ചെയ്യുക, അതിന്റെ അടുത്ത് പെങ്ങളുടെ അടുത്ത് ആങ്ങൾ പറയാ നീ നോക്കുവല്ലേ. അപ്പൊ ഞാനത് പലവട്ടം അടിച്ചു നോക്കി, എനിക്ക് മനസ്സിലാവില്ല. നെഗറ്റീവ്. പക്ഷെ ചില അർത്ഥങ്ങൾ എന്താണെന്ന് പറയാൻ വേണ്ടിയാണ്. ചില അർത്ഥം കളിയാക്കൽ എന്നാണ് അതിന്റെ ഒരു മീനിങ്സ്. ഇത് മുടിയെ കുറിച്ച് തമിഴ്നാട്ടിലൊരു തെറിയുണ്ട്, അറിയാന്ന് വിചാരിക്കുന്നത്. അതായത് മുടിയെ കുറിച്ച്. കാരണം ഞങ്ങൾ മുടി കെട്ടി എന്നുള്ള പോസ്റ്റിന് താഴെ അങ്ങനെ ഇട്ടായിരുന്നു, നിന്റെ മൈ മുറിച്ചല്ലോ എന്ന് പറഞ്ഞ്. അതായത് തമിഴ്നാട്ടിലെ അർത്ഥമാണ് മുടിക്കുള്ള അർത്ഥം. അപ്പൊ ഞാൻ അളിയാലളെ അങ്ങനെ വിളിച്ച് എടാ തമിഴ്നാട്ടിലെ അർത്ഥം ഇത് മുടിക്കാതാ പറയുന്നത്. ഓരോ അർത്ഥങ്ങളുണ്ടെന്നാ പറയുക ഒരു ഇതിന്. അവരെ വലിയ വലിയ തെറികൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തേക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ കല്ലെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഉണ്ടല്ലോ, കല്ലെന്ന് പറഞ്ഞാൽ തെറിയാക്കാം. ആണോ ഇല്ലയോ? അത്ര ഉള്ളു, ഇവിടെ വേറെ ഒന്നുമില്ല. പിന്നെ നമ്മുടെ വിനയനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞു. വിനയന്റെ ഇപ്പൊ പടം റിലീസാണ് വരുന്ന മാസം, തയ്യൽ മിഷൻ. അപ്പോൾ ഈ പറഞ്ഞ പോലെ പുള്ളി ശരിക്കും സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ആയിരുന്നു വിനയൻ. അതിൽ നിന്ന് മാറി ഇൻഡിപെൻഡന്റ് ആയിട്ട് പടത്തിനകത്തേക്ക് ഒരു സിനിമ ആദ്യമായിട്ട് ഡയറക്ഷൻ ചെയ്യുകയും പിന്നെ അതിൽ നിന്ന് പടിപടിയായിട്ട് ഇപ്പോൾ രണ്ടാമത്തെ ഇപ്പോൾ ഈ സിനിമ റിലീസിന് വരികയാണ്. ഇപ്പൊ ഈ സിനിമയില് വിനീതിന്റെ പേരായി വരുന്നത് ഗായത്രി സുരേഷാണല്ലോ. അപ്പൊ ഗായത്രി ആണെങ്കിലും ഇതേപോലെ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ട്രോളും പിന്നെ അവിടെ നിന്നൊക്കെ മാറി കുറച്ച് നല്ല വേഷങ്ങൾ ചെയ്ത ഒരാളാണ്. അപ്പൊ ആളുടെ ഒപ്പമുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഗായത്രി എന്ന് പറഞ്ഞാൽ നല്ലൊരു കുട്ടിയാണ്. അതായത് നമുക്കിങ്ങനെ അസോസിയേറ്റ് ചെയ്ത് പോകാൻ പറ്റിയ ഒരാളാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രായഭേദമന്യേ പുള്ളിക്കാരി എല്ലാവരെയും ഒരേപോലെ കാണുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ കുറച്ച് നല്ല ക്വാളിറ്റീസ് ഉണ്ട് ആളിൽ. പിന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ ഡയറക്റ്റ്, ഞങ്ങൾ കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇങ്ങനെ പ്രണവിനെ കല്യാണം കഴിക്കുന്ന കാര്യം പറഞ്ഞത്. അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരി സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. അതും പുള്ളിക്കാരി ചിരിച്ചുകൊണ്ടൊരു സീരിയസ് ഉള്ള രീതിയിലാണ് പറയുന്നത്. പിന്നെ എനിക്കറിയില്ല കൂടുതൽ അത് ചിലവരോട് ക്രഷ് ഉണ്ടാവുമല്ലോ. അതൊക്കെ എനിക്ക് പക്ഷേ ഗായത്രീനെ ഇഷ്ടം. പുള്ളിക്കാരത്തെ വീഡിയോസ് ഗായത്രീനെ ഇഷ്ടമാണോ ആരോട് ചോദിച്ചാലും ഗായത്രീനെ ഇഷ്ടമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാരക്ടർ അങ്ങനെയാട്ടാ. ആള് ഭയങ്കര ഇന്നസെൻസ് കൊണ്ടാണ് പലതും ഇങ്ങനെ പറയുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരു സങ്കടകരമായ ഒരു അവസ്ഥ പറയാനുണ്ട്. ഞാൻ 1 കോടിയിൽ വന്ന എങ്ങനെയാണെന്ന് കുറച്ച് പേർക്ക് അറിയാമായിരിക്കുമല്ലോ. 1 കോടിയിൽ ഞാൻ വന്നത് പേഷ്യൻസിന് വേണ്ടി പാട്ട് പാടിയാണ് 1 കോടിയിലേക്ക് വന്നത്. അതായത് വഴിയോരങ്ങളിൽ നിന്ന് അവർ സൗണ്ട് എടുത്ത് വെച്ച് തരും, നമ്മൾ പാട്ട് പാടിയാണ് വന്നത്. പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ ഓരോ പേഷ്യൻസിന് വേണ്ടി ചിലപ്പോൾ നമ്മൾ ഓരോ കടകളിലാണെങ്കിലും ആളുകളുടെ കയ്യിലാണെങ്കിലും നമ്മൾ കൈ നീട്ടാറുണ്ട്, എന്തെങ്കിലും അവർക്ക് വേണ്ടി ചെയ്യും. അപ്പോൾ ചിലവരോട് നമ്മൾ ചോദിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അവർ അവരുടെ നമ്പർ തന്നേരെന്നൊക്കെ പറഞ്ഞ് വാങ്ങി വയ്ക്കും. പിന്നെ അവരെ വിളിച്ചിട്ട് ഇതെന്നാണ് സംഭവം, ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അവർ വിഷമിപ്പിക്കുള്ളൂ. ഒരു 10ന്റെ പൈസ പോലും അവർ ഇട്ട് കൊടുക്കത്തില്ല. ചിലവർ ഗൂഗിൾ പേ ചെയ്തേക്കാന്ന് പറയും. ഇപ്പോൾ ഒരു കടയിൽ കയറി കഴിയുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാളോട് വന്നിട്ട് എടാ ഇതൊരു പേഷ്യൻസിന് വേണ്ടിയാണ്, ഒരു പൈസ തരാമെന്ന് പറയാം, നീ ഒരു പെട്ടെന്ന് തരുമോ? നീ എന്താ പറയണേ, ഇത് അന്വേഷിക്കട്ടെ, കറക്റ്റാണ് ഞങ്ങൾ ചെയ്തോളാം എന്നല്ലേ പറഞ്ഞേ. അപ്പം നമുക്ക് പെട്ടെന്ന് പൈസ തരുമായിരിക്കും? ഒരിക്കലുമില്ല. അപ്പം നമ്മൾ കയറുമ്പോൾ ചിലപ്പോൾ 3 or 4 കടയിൽ നിന്നൊക്കെ ആയിരിക്കും ഒന്ന് സപ്പോർട്ട് ചെയ്യണത്, അല്ലെങ്കിൽ ഇത് അവർക്ക് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഗൂഗിൾ പേയിൽ ഇട്ട് കൊടുക്കണത്. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ കമൻസ് വന്നു. ചില ആളുകൾ തിരിച്ച് നമുക്ക് മറുപടി കൊടുക്കാൻ അറിയാഞ്ഞിട്ടല്ല, പിരിവുകാരൻ അവൻ്റെയൊക്കെ വീട്ടിലൊരവസ്ഥ ഉണ്ടാകുമ്പോഴാണ് ഇത് മനസ്സിലാവുള്ളൂ, അല്ലേ? അപ്പൊ ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഞാനിനി ഈ പരിപാടി സ്റ്റോപ്പ് ചെയ്യുക, കാരണം വേറെ ഒന്നും കൊണ്ടല്ല. ചേച്ചി ഇങ്ങനെ ഞാൻ പോയി കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കുറച്ച് കമന്റ്സ് എടുത്ത് അയക്കുന്നുണ്ട്, തിരിച്ച് മറുപടി കൊടുത്തു കഴിഞ്ഞാൽ വലിയ വഴക്കിലേക്ക് എത്തും. അപ്പം എനിക്ക് ഇതുകൊണ്ട് ഒരു ലാഭം ഉണ്ടായിട്ടില്ല. ചേച്ചി പറഞ്ഞ ടൈമിൽ ഞാൻ ചിലപ്പോൾ ചേച്ചി പറയുമ്പോൾ ഒരു 3 മണി തൊട്ട് 4 മണി വരെയാണ് ഞാൻ ഈ ഷോപ്പിൽ കയറാറുള്ളൂ, അല്ലെങ്കിൽ ഒരു ജസ്റ്റ് സഹായം ചോദിക്കാറുള്ളൂ. കാരണം എനിക്ക് രാവിലെ തൊട്ട് ഞാൻ ഇറങ്ങാറ് പോലില്ല. ബസ്സിൽ വന്നില്ല, എൻ്റെ അടുത്ത് വന്നില്ല. അത് പാട്ട് പാടുമ്പോൾ സംഭവം, ഒരു പാട്ടിങ്ങനെ ബസ് സ്റ്റോപ്പിലുള്ള, അതല്ലാണ്ട് ഷോപ്പിൽ കയറുന്ന കാര്യം. ഈ ഷോപ്പിൽ കയറുമ്പോൾ ഒരു പ്രത്യേകം ഉണ്ട്, മൊത്തം ക്യാമറയായിരിക്കും. നമ്മളവിടെ കയറുമ്പോൾ എന്ത് പറയണമെന്നാ ക്യാമറ മൊത്തം ഒപ്പിയെടുക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഇത്ര നാളായിട്ട് ദൈവാനുഗ്രഹം കൊണ്ട് എനിക്കൊരു കുഴപ്പം സംഭവിച്ചില്ല. അപ്പോൾ ഈ പറയുന്ന വ്യക്തികളോടാണ്, ഈ കമന്റ് ഇടുന്നവരോട് ഒരു കാര്യം ഞാൻ പറഞ്ഞത്, എനിക്കെന്തെങ്കിലും അതായത് ഞാൻ ചെയ്യുന്നത് കള്ളത്തരമാണെങ്കിൽ ഒരു ദിവസം എനിക്കൊരു ഷോപ്പിൽ കയറാൻ പറ്റും, പിറ്റേ ദിവസം ഞാൻ വല്ല അഴിക്കുള്ളിലായിരിക്കും. ആണോ സുഹൃത്തെ? അല്ലേ? അഴിക്കുള്ളിലായിരിക്കും. അപ്പൊ ഇവരോട് അപ്പൊ ഞാൻ ചേച്ചി പറഞ്ഞു,
അഭിലാഷ് ഞാൻ അങ്ങനെ പറഞ്ഞ എന്തെങ്കിലും ചെയ്താന്ന് ചേച്ചി. ഞാൻ ഈ പിയുടെ പറഞ്ഞാൽ ചേച്ചി ഒരു പണി ചെയ്യും, ഒരു സൗണ്ട് അറേഞ്ച് ചെയ്യും വീടിൻ്റെ അടുത്തുള്ള. ഞാനും എൻ്റെ കൂട്ടുകാരും വന്നിട്ട് പാട്ട് പാടിത്തരാം. അപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞു, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേര് പറഞ്ഞു എന്നറിയാം, അതാണ് അഭിലാഷ് നല്ലതെന്ന് പറഞ്ഞു. കാരണം കടകളിൽ കയറിക്കുമ്പോൾ ഇയാൾക്ക് പോകുന്ന ആൾക്കാർ പറഞ്ഞാൽ നെഗറ്റീവേ വരുള്ളൂ. ചിലർ സഹായിക്കാനായിരിക്കും ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ കൊച്ചിന് വേണ്ടി, ഒരു പ്രോഗ്രാമിന് വേണ്ടി, അവളുടെ കൊച്ചിന് ഓപ്പറേഷന് വേണ്ടി ഞാൻ കയറി ഇറങ്ങിയിട്ടുണ്ടല്ലോ, കുറേ പേര് പറഞ്ഞു അല്ലയാ ആ പെണ്ണിനെയും കൊണ്ട് കട കയറാൻ നിർത്തിട്ടോ, നിനക്ക് നെഗറ്റീവ് വരുമെന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അതും ആ കടയിൽ നിന്ന് കൊടുക്കണ മൊത്തം ആ പെണ്ണിൻ്റെയിലേക്ക് ആൾക്കാർ കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ വെറുതെ ഈ കുട്ടിയുടെ, അതായത് എൻ്റെ കൂട്ടുകാരാണ് അവരുടെ കൊച്ചിന് വേണ്ടിയെന്ന് പറയുമ്പോൾ അവരവിടെയാണ് കൊടുക്കുന്നത്, എനിക്കല്ല. എങ്കിലും പറഞ്ഞു നിന്റെ പേര് ദോഷം വരെ നിനക്ക്, അതുകൊണ്ട് നീ അത് സ്റ്റോപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു. നല്ല കൂട്ടുകാർ, അല്ലാണ്ട് നീ ചെയ്യണതിലൊന്നുമില്ല, പാട്ട് പാടി കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞ് പാട്ട് പാടി കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ 1 കോടി എന്ന് പറഞ്ഞ പരിപാടിയിൽ അവർ ചുമ്മാ വിളിച്ച് വരുത്തി എന്നെ ചെയ്യിപ്പിച്ചതല്ല. ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ പത്രങ്ങളിലും മാധ്യമങ്ങളിലും വന്നുകൊണ്ടാണ് തിലകൻ കലാപ്രതിഭാ പുരസ്കാരം കിട്ടിയെന്ന് പറഞ്ഞ് ചിലന്മാർ കളിയാക്കി. ഇതെന്നാണ് ഇതുപോലത്തെ ആൾക്കാർക്കാണ് കൊടുക്കുന്നത് തിലകൻ കലാപ്രതിഭാ പുരസ്കാരം. തിലകൻ സാറിന് ഒരു പ്രതിഭാ പുരസ്കാരം കിട്ടണമെങ്കിൽ, അംഗീകാരം കിട്ടണമെങ്കിൽ വഴിക്കൂടെ പോകണം, എന്നെ വിളിച്ചു തരുമോ? മോനെ തിലകൻ കലാപ്രതിഭാ പുരസ്കാരം ഉണ്ടെന്ന് തരുമോ? ഒരു അംഗീകാരം കിട്ടിയ തിലകൻ്റെ മക്കള് ഒക്കെ ഉള്ള ഗ്രൂപ്പിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. മനസ്സിലായില്ലേ? അവിടെ ഇപ്പോൾ എന്ത് നടന്നാലും എത്ര പേർക്ക് അവാർഡ് കൊടുക്കണമെന്ന് പറഞ്ഞാലും പ്രതിഭാ പുരസ്കാരം കൊടുക്കണമെന്ന് പറഞ്ഞാലും അവരൊക്കെ അറിഞ്ഞിട്ടാണ് കൊടുക്കുള്ളൂ. അപ്പോൾ തിലകൻ സാറിനെ സ്നേഹിക്കുന്നതും ഡയറക്ടേഴ്സൊക്കെ, മധുരാജ സിനിമയിലെ പ്രൊഡ്യൂസറാണ് എനിക്ക് തന്നത്, അംഗീകാരം തന്നത്. അവിടെ ചെന്നപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു. എന്താ പറയുക, സുനിൽ സുഗത സാറുണ്ടായിരുന്നു, ശിവജി ഗുരുവായൂർ സാറുണ്ടായിരുന്നു, ഒരുപാട് നടിമാരുണ്ടായിരുന്നു. അവരെയൊക്കെ മുമ്പിൽ വെച്ച് എനിക്ക് കിട്ടി. അപ്പോൾ ചിലർ ചോദിച്ചു, അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മനസ്സിലായില്ലേ, ഈ കിട്ടുന്ന ആ ചേച്ചിക്ക് ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ പോകാറ്. അപ്പോൾ ആ ചേച്ചി പറയും ഇതാണെങ്കിലും കിട്ടിയില്ലെന്ന് പറയും. പക്ഷെ ഒരുപാട് പേർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ചെയ്യുന്നവരൊന്നും ഇന്ന് വിളിച്ചിട്ട് എന്തുണ്ട് അഭിലാഷ സുഖമാണോ, എന്താണ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ പോലും വന്നിട്ടില്ല. അപ്പോൾ എൻ്റെ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടോ ഭ്രാന്തായിട്ട് നിങ്ങൾ ചെയ്യണമെന്ന്. കാരണം നമ്മൾ തെറിയും തെറ്റും നമ്മൾ അപവാദം കേട്ട് എന്തെങ്കിലും ചെയ്തു കൊടുത്താലും, അതായത് ഒന്നും വിളിച്ചു ചോദിക്കാം, ഞാൻ കൊച്ചിന് വേണ്ടി ചെയ്താവുന്നു. അപ്പോൾ ഈ കുട്ടിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു എന്ന് അറിയാൻ വേണ്ടി ഞാൻ പലവട്ടം ആ കൊച്ചിൻ്റെ വീട്ടുകാരെയും വിളിച്ചു. അവർ ഒന്ന് തിരിച്ച് വിളിച്ചിട്ട് പറയാനുള്ള മര്യാദ കാണിച്ചില്ല. അതായത് കുഴപ്പമില്ല ഓപ്പറേഷൻ കഴിഞ്ഞു എന്നോ അല്ലെങ്കിൽ എന്തിന്. അപ്പോൾ നമ്മളെ ആവശ്യം എന്നാണെന്നറിയോ, ഇതിനു വേണ്ടി മാത്രമേ ഉള്ളൂ. അങ്ങനെയുണ്ട്. അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ തീരുമാനിച്ചു. കാരണം ഈ എൻ്റെ വില കളഞ്ഞിട്ടുള്ള പരിപാടിക്ക് ഞാനില്ല. കാരണം എനിക്ക് ഈ ബ്ലോഗ് ചെയ്ത് പൈസ കിട്ടുന്നുണ്ട്. ഞാൻ നോട്ടീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ ആർക്കും അറിയില്ലാത്തൊരു കാര്യമാണ്, നോട്ടീസ് കടകളിൽ കൂടെ കൊടുക്കുന്ന പരിപാടി ഉണ്ട്. എല്ലാവരും ചോദിക്കുന്നുണ്ട് അഭിലാഷൊക്കെ എങ്ങനെ ജീവിച്ചു പോകണമെന്ന് ചോദിക്കാറുണ്ട്. ചിലർ ചോദിക്കാറുണ്ട്. പെരേരനെ കാണുന്ന വെള്ളി വ്യാഴം ദിവസങ്ങളുടെ സിനിമ ഉള്ളപ്പോഴാണ് ഞാൻ അവനെ കാണുന്നത്. എൻ്റേതായ കാര്യങ്ങൾക്ക് പോയി. ഇപ്പോൾ ഞാൻ പ്രോഗ്രാം തുടങ്ങി, ഐക്യൽ ഫെസ്റ്റ് കഴിഞ്ഞ ദിവസം പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഡോക്ടേഴ്സിൻ്റെ പരിപാടി, അങ്ങനെയൊക്കെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്, പരിപാടി കേട്ടോ പോണേ. അപ്പം നോട്ടീസും കൊടുത്താണ്. അല്ലാണ്ട് നമ്മൾ ആരെയും പറ്റിച്ച് ജീവിക്കുന്ന ആളല്ല. പക്ഷേ ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരോട് ഒരു കാര്യം പറയാം, പിരിവെന്ന് പറഞ്ഞാൽ നിന്റെ വീട്ടിലാണെങ്കിലും ഒരവസ്ഥ ഉണ്ടായാൽ ചിലപ്പോഴോ ഇതിന് കൂടുതലായിട്ട് നീ കാലിൽ വീണ് കിടന്ന് കാര്യം പിരിവെടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് പറഞ്ഞത്. നമ്മൾ ചോദിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കണമെന്ന് നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ചെയ്താൽ മതി. അഡ്രസ്സും കാര്യങ്ങളും കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് എന്നെ വിളിക്കണമെന്ന് പറഞ്ഞാൽ ഞാനീ ഇങ്ങനെ പ്രോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഇവർ വിളിക്കുന്നത്. മനസ്സിലായില്ലേ? ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. കുറേയൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്ത് കളയും. ദൂരെയുള്ളത് നമ്മൾ പിടിക്കാറില്ല. നമുക്ക് വിശ്വാസമുള്ളത്, നമുക്ക് അറിയുന്നൊരു ചേച്ചി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവർക്ക് വേണ്ടി പ്രവർത്തിച്ചത്. എനിക്ക് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞ കേട്ടോ, വേറൊന്നുമല്ല. പിന്നെ ബിനിയുടെ ഒരു കാര്യം പറയണ്ട്. ബിനി ഇപ്പം എന്തോ ഡയറക്ഷനിലേക്ക് പോകാൻ ആഗ്രഹമുണ്ട്. അതിൻ്റെ ഒരു ഇതിൽ നടക്കുവാണ്. അതിനെക്കുറിച്ച് 2 വാക്ക്. അതൊരു ആംബുലൻസിനെ ബേസ് ആയിട്ട് ഒരു ക്രൈം ത്രില്ലർ ഒരു സ്റ്റോറിയാണ്. സ്റ്റോറി എൻ്റെയാണ്. അപ്പം ഞാൻ ഫിലിം കമ്പനിയിലായിരുന്നു എന്ന് പറഞ്ഞല്ലോ, കലാമന്ദിർ ആർട്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പം എൻ്റെ സാറിൻ്റെ കൂടെ നിന്ന് ചെയ്യാനുള്ള പ്ലാനാണ്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡയറക്ഷൻ ഇഷ്ടമാണോ? പണ്ട് മുതലേ നോക്കിക്കൊണ്ടിരുന്ന സംഭവമാണ്. ഇഷ്ടമെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ എൻ്റെ സാറിന് അറിയാവുന്നതായതുകൊണ്ട്, സാർ പിന്നെ പ്രൊഡ്യൂസറും ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയായിരുന്നു. സാറിൻ്റെ കൂടെ നിന്ന് ചെയ്യാനുള്ളൊരു പ്ലാനിൽ ഇരിക്കുന്നുണ്ട്. ദൈവം സഹായിച്ച് ചിലപ്പോൾ നടക്കുമായിരിക്കും. ഇപ്പോൾ ഈ പൊതുവെ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ സിനിമയിൽ ഉണ്ടാകുന്ന ഇഷ്യൂസും എല്ലാം ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുമ്പോഴും മെയിൻ സ്ട്രീം ആയ ഒരുപാട് പേരെ ബന്ധിപ്പിച്ചിട്ടും അങ്ങനെയൊക്കെയാണ് കൂടുതൽ ഡിസ്കസ് ചെയ്യാറ്. ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റ് ആണോ അല്ലെങ്കിൽ അപ്കമിങ് ആയ ആൾക്കാർക്ക് അവരെ പറ്റിയിട്ടൊന്നും ഡിസ്കഷനോ അല്ലെങ്കിൽ അവർക്ക് തുറന്ന് പറയാനുള്ള ഒരു പേടിയോ, ഇനിയിപ്പോൾ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് പോകുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ദുരനുഭവമോ അല്ലെങ്കിൽ നമുക്കങ്ങനെ നഷ്ടപ്പെടാനില്ല. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടപ്പെടാനില്ല. നമ്മളങ്ങനെ ഒരു എനിക്കിപ്പോൾ അങ്ങനെ പറയാൻ പാകത്തിന് ഇപ്പോൾ ഒരു ഡയറക്ടർ ചാൻസ് തന്നിട്ടൊന്നുമില്ല. ഇങ്ങനെ പറയാൻ പറ്റിയൊരു
ഡയറക്ടർമാർ അങ്ങനെ ചാൻസ് ആണെന്നൊന്നുമില്ല. ഇത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മളൊരു സിനിമ ഉണ്ടാക്കി കൊണ്ടുവന്ന് രണ്ടാമതും നമ്മളൊരു സിനിമ അങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവന്ന് നമ്മൾ സിനിമ ചെയ്ത് നമ്മൾ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന ആളുകളാണ്. അല്ലാണ്ട് എനിക്കിപ്പോ നമ്മൾക്ക് ഒരാളെ പേടിച്ച് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയണ്ടെന്നോ അല്ലെങ്കിൽ നമുക്കിങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായി. ഞാൻ പറഞ്ഞ ഇപ്പൊ വേറെ കാര്യം പറയാം. ഈ ആക്ഷൻ ഹീറോ ബിജു സിനിമ കുറച്ച് മുമ്പ് അഭിലാഷേട്ടൻ പറഞ്ഞില്ലേ, അതിനകത്ത് എനിക്ക് റോൾ ഉണ്ടായിരുന്ന ആളാ. എന്നെ ഇതിന്റെ ഒരു അസോസിയേറ്റ് ഒരു പോലീസുകാരനായിരുന്നു, ആലുവയിലെ ഉള്ള അസോസിയേറ്റ്. എനിക്ക് നല്ല കട്ട മീശയൊക്കെ വെച്ച് നല്ല സുന്ദരനായിട്ടാണ് ഞാൻ ചെന്നത്. എന്നിട്ട് ആലപ്പുഴയിൽ അവിടെ ചെന്നിട്ട് മീശയൊക്കെ പഠിപ്പിച്ച് ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഇരുത്തി വൈകുന്നേരം വരെ 5 മണിയായിട്ടും ആ ക്യാരക്ടർ ഒന്നുമില്ല. പിന്നെ ഒരു ക്യാരക്ടർ ഉണ്ടത് ഒരു ഹോസ്പിറ്റലിലെ എന്തോ ഒരു അറ്റൻഡർ സീൻ എന്തോ ആണ്. പോയിരുന്ന് ഞാൻ വൈകുന്നേരം ആയപ്പോൾ 5-6 മണിയായപ്പോൾ കരഞ്ഞിറങ്ങി പോകുന്നുണ്ട്. ഞാൻ എന്നിട്ട് ഈ പോലീസിനെ വിളിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്, സാറേ എന്തിനാ എൻ്റെ മീശയെങ്കിലും വെറുതെ എൻ്റെ മീശയെങ്കിലും അവിടെ വെക്കായിരുന്നു സാറിന്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടാ സാറിൻ്റെ അടുത്ത്. ഒരു പോലീസുകാരനായിരുന്നു ആക്ഷൻ ഹീറോ ബിജു സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ വേറെ ഒന്നുമില്ല, ഇതുപോലെ അനുഭവങ്ങൾ കുറേ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ റോള്, അതിനകത്ത് ഈ പറഞ്ഞ പോലെ ധർമ്മജൻ പോൾക്കാട്ടിയും വിഷ്ണു ഉണ്ണികൃഷ്ണനും വന്ന് പറയുന്നുണ്ട്, ഏത് കല്യാണ വീട്ടിൽ ചെന്നാലും കുറച്ച് പേരെ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് ഇങ്ങനെ കാണാം. അതിനകത്ത് ഒരാൾ ഞാനാണ്. നമ്മളൊരിക്കലും ആ സീനിലൊന്നും വരുമെന്നുള്ള, പക്ഷെ ആ പടം വൈഡ് ആയതുകൊണ്ട് എപ്പോൾ ആ പടം കണ്ടാലും അത് പ്രേമാന്ന് പറയാൻ, അത് ഒരാൾ പ്രേമാട്ടോ എന്ന് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ, അതായത് അങ്ങനത്തെ ചെറിയ റോളുകൾക്ക് വേണ്ടി കുറേ നാൾ നടന്നതാ. പക്ഷെ ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളോ സാമ്പത്തികമായിട്ടുള്ള മെച്ചങ്ങളോ ഒന്നും, അല്ലെങ്കിൽ നമുക്കിപ്പോ പോകുന്ന ദിവസം അല്ലെങ്കിൽ അതിന് പേയ്മെന്റ് പോലും നമുക്ക് കിട്ടാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഓരോരുത്തർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ അപ്പൊ തന്നെ മറുപടി കൊടുക്കും. നമ്മൾക്ക് ആരുടെയും ഇതായിട്ട് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, നമുക്ക് പറ്റിയ ക്യാരക്ടർ ഉണ്ടെങ്കിൽ, എൻ്റെ ഈ ഫിഗറിന് പറ്റിയ ക്യാരക്ടർ ഉണ്ടെങ്കിൽ അവർ തരട്ടെ. അല്ലാതെ നമുക്ക് അപ്പൊ തന്നെ നമ്മൾ പലരും സ്ത്രീകൾക്ക് നേരിടുന്ന ഒരുപാട് ഇഷ്യൂസ് ഒക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. റോൾസിന് കിട്ടാനും എത്തത്തിനും ഓരോ സിറ്റുവേഷൻ ഇങ്ങനെ വരാറുണ്ടെന്നൊക്കെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും അതില്ലേ മാഡം? അതിപ്പോ ഞാൻ പറയട്ടെ, സിനിമേനെക്കാളും കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു പുറത്തുള്ള ഇതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ എൻ്റെ സ്റ്റോറി പറയാൻ വേണ്ടിയിട്ട് എത്ര പേര്, ഞാൻ കൂടുതലും ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ പോയി ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു സിനിമയിൽ പിന്നെ ഇത് കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എല്ലാ ഇതിലും ഉണ്ട് ഇങ്ങനെ ഇതുണ്ട്. പിന്നെ നമ്മൾക്ക് പറയാനുള്ള കാര്യം നമ്മൾ ആരുടെയും മുഖത്ത് നോക്കി പറയും. അത് ചിലപ്പോൾ അവർ നമ്മുടെ ശത്രു ആവും. അത് എനിക്ക് അവർക്ക് വേണ്ടിയിട്ട് എൻ്റെ ക്യാരക്ടർ എനിക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. ഞാൻ എന്താണ് എൻ്റെ ഈ ക്യാരക്ടറിനനുസരിച്ചിട്ട് എന്നെ ഇഷ്ടപ്പെടുന്നവർ എന്നെ ഇഷ്ടപ്പെട്ടാൽ മതി. പറയാനുള്ള കാര്യം ഞാൻ പറയും. കാരണം അവർ ചിലവിന് വന്നിട്ടുമില്ല നമ്മളിവിടെ താമസിക്കുന്നത്, മനസ്സിലായോ? നമ്മൾ സ്വന്തമായിട്ട് പണിയെടുത്തിട്ട് പിന്നെ എന്നെ സഹായിക്കുന്നവരാണ് എനിക്ക് വേണ്ടപ്പെട്ടവർ. അല്ല നമ്മൾ കുറ്റം പറയാനും നമ്മളെ താഴ്ത്തിക്കെട്ടാനും അല്ല നമ്മളെ സിനിമയിൽ നിന്ന് തന്നെ ഔട്ടാക്കാനായിട്ടൊക്കെ നടക്കുന്ന ഒരുപാട് പേര് നമ്മളോട് അസൂയുള്ള ആൾക്കാരും ഉണ്ട്. അവർ കയറി വരുന്നതിൽ നമ്മളെ കുറിച്ച് കുറ്റം, ചിലപ്പോൾ നമ്മൾ സഹായം ചെയ്തിട്ടുള്ള ആൾക്കാർ, നമ്മൾ ചാൻസ് മേടിച്ചു കൊടുത്തിട്ടുള്ള ആൾക്കാർ തന്നെ അവിടെ ചെന്ന് നമ്മളെ പറ്റി കുറ്റം പറയുന്നത് നമ്മൾ വേറൊരാളുടെ ഇതിൽ നമ്മളെ കേട്ടോണ്ടിരിക്കുക. അപ്പം അങ്ങനെ നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് അവരവരെ കാര്യം നോക്കി ഇരിക്കണതാണ് ഏറ്റവും പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പൊതുവെ സിനിമ ഇൻഡസ്ട്രിയിൽ പലരും കഴിവുകൊണ്ടും പലരും ബന്ധം കൊണ്ട് വരുവാന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ന്യൂസുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ ശരിക്കും സിനിമ ഇൻഡസ്ട്രിയിൽ വേണ്ടത് ബന്ധം കൊണ്ടുള്ള ഒരു ഇതാണോ അതോ കഴിവാണോ? ബന്ധം വേണം. ബന്ധമില്ലാതെ നമുക്ക് പോയി. ഞാൻ അഭിലാഷായിട്ട് എനിക്ക് ആദർശ് ഇപ്പൊ ഒരു വർക്ക് തുടങ്ങുകയാണെങ്കിൽ ഇവർ ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്, നിങ്ങൾ വെബ് സീരീസ് ചെയ്യുന്നുണ്ട്. ബന്ധമാണെങ്കിൽ എനിക്ക് അതൊരു ചാൻസ് വേണമെന്ന് പറഞ്ഞാൽ ബന്ധമില്ലെങ്കിൽ നോക്കട്ടെ. കഴിവുകൊണ്ട് ഉണ്ടാവില്ല എന്നാണോ? ഇപ്പൊ ഞങ്ങള് ഇപ്പൊ വിനീതും പോയിട്ടുണ്ടാവും ഓഡീഷന്. ഞാൻ ഒത്തിരി ഓഡീഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോ നമുക്ക് ഓഡീഷൻ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ബന്ധങ്ങൾ വെച്ച് നമുക്ക് വർക്ക് കിട്ടുന്നത് കൊണ്ട് ഞാനൊക്കെ പോയ പേര് പറയുന്നില്ല. ചിലപ്പോൾ അതൊക്കെ അവർ കേൾക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഫീൽ ചെയ്യണോണ്ട് പേര് പറയുന്നില്ല. ഇവരുടെ പ്രതീക്ഷയോടെ അവരെ സാറേ 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 എന്ന് വിളിച്ചിട്ട് ബാക്കിയത് അതുപോലെ വിളിക്കേണ്ടി. കാരണം ഇയാളുണ്ട് പടത്തില്, ഇയാളുണ്ട് എന്ന് പറഞ്ഞ ആ രീതിയിൽ പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നുമില്ല എന്ന് വെച്ചാൽ വെറുതെ പറഞ്ഞതാണ്. കാരണം അവർ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ കുറെ ലേഡീസിന്റെ ഉണ്ടെങ്കിൽ അവരെ ക്യാൻവാസ് ചെയ്യും. പിന്നെ കുറച്ച് പൈസ ഉള്ളവരുണ്ടെങ്കിൽ വിളിച്ചിട്ട് പറയും പിന്നെ പൈസ മുടക്കണം. നല്ലൊരു പയ്യനെ എൻ്റെ അടുത്ത് പറഞ്ഞാൽ, കാരണം വലിയൊരു മഹാനായിരുന്ന നടൻ. അല്ല പയ്യനല്ല, ഇപ്പൊ അഭിലാഷേട്ടൻ പറഞ്ഞ പോലെ പയ്യനല്ലെന്നേ. ആലുവയിലൊക്കെ നമുക്ക് ആലുവയിലൊരു സിനിമയുടെ ഓഡീഷൻ വെച്ചിട്ട് നമ്മൾ പോയി പെർഫോം ഒക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോ നമുക്ക് വാട്സാപ്പിൽ വോയിസ് ഇട്ടേക്കാണ്,
ഇതിനകത്ത് പാർട്ട്ണർഷിപ്പ് ആവും, 25 ലക്ഷം രൂപ മുടക്കാം, അങ്ങനെ അങ്ങനെ കുറെ സ്കാമുകൾ നടക്കുന്നുണ്ടല്ലേ ആ ഈ ഇതൊരു ആഗ്രഹം ബിസിനസ് ആയിട്ട് കൊണ്ടുവരുന്നത് മാറ്റിയേക്കുവാ. ഒരു ഒരുപാട് ആൾക്കാരെ സ്കാം ചെയ്യാൻ ഒരുപാട് ഇങ്ങനത്തെ കുറെ എനിക്ക് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഒരു- കാശ് കൊടുക്കാനുള്ള ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ ഒരു സങ്കടം പറയാനുണ്ട് കേട്ടോ. അന്ന് ഞാനൊന്ന് ആദർശനോടായിട്ട് പറയാം. എനിക്ക് ഇപ്പൊ ഒരു പേടി തട്ടിയേക്കുവാണ് എനിക്ക്. കാരണം ഞാനിപ്പോ വെളിയിൽ ഇറങ്ങി ഇറങ്ങണം. അപ്പൊ ഞാൻ സത്യം പറഞ്ഞല്ലോ, അപ്പൊ എന്നോട് ചോദിച്ചില്ല പെരേര എന്ന് ചോദിച്ചില്ല, ഇയാളും ചോദിച്ചല്ലോ, വിനിയും ചോദിച്ചു. സത്യം പറഞ്ഞ ഞാൻ പുള്ളിയെ കാണാണ്ടാണ് ഞാനിപ്പോ ഇവിടെ വന്നോണ്ടിരിക്കുന്നത്. മുംബൈയിൽ വരാണ്ട് ഞാനിപ്പോ സത്യം പറഞ്ഞാൽ ഇവിടെ പ്ലാൻ ചെയ്തെന്താ പറയുക, ഇവിടെ എന്ന് പറഞ്ഞാൽ പുള്ളി കണ്ടെത്തില്ല. പുള്ളി ഇപ്പൊ എനിക്ക് വേണ്ടി ഒരു ആയുധമൊക്കെ പണിത് വെച്ചു, ഇവിടെ കൊണ്ടാലും വെട്ടുമെന്ന് പറഞ്ഞു. കാരണം അത്രമാത്രം ഞാൻ പുള്ളിയെ നന്മയ്ക്ക് വേണ്ടിയാണ് അന്ന് ഞാൻ ആ ഒരു കാര്യം പറഞ്ഞത്. കാരണം എനിക്ക് വേണ്ട അനുഭവം എന്ന് പറഞ്ഞാൽ ഞാനും വിഷ്ണു കൊച്ചിക്കാരനും നിൽക്കുന്ന സമയത്ത് ഒരു മെസ്സേജ് വന്നേക്കണം പെരേരയ്ക്ക് മെസ്സേജ് വന്നേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചേട്ടാ എവിടെയാട്ടോ, ഞാൻ ടോൾ ജംഗ്ഷനിൽ കാത്തു നിൽക്കുവാന്ന് പറഞ്ഞു. ടോൾ ജംഗ്ഷനിലെ കാത്തു നിൽക്കുവാന്ന് പറഞ്ഞു. ടോൾ ജംഗ്ഷനിൽ കാത്തു നിൽക്കുവാന്ന് പറയുമ്പോൾ ഞാനും പുറകെ ഓടി പെരേരയുടെ. ആ പെണ്ണിനെ ഒന്ന് കണ്ട ഒരു സെൽഫി എടുക്കാനെന്ന് പറഞ്ഞ് ഞാനും ഓടി, വിഷ്ണു കൊച്ചിക്കാരനോടി. അവിടെ എത്തുമ്പോൾ ബസ് സ്റ്റോപ്പിൽ ഒരു മനുഷ്യൻ പോലില്ല. പിന്നീട് ഞാൻ പറയാ ചുമ്മാ ആരെയും കളിയാക്കണാണെന്ന് പറയും. ഇല്ല കേട്ടോ പെണ്ണ് തന്നെ, ചേട്ടൻ വാ ഒരു ഫോട്ടോ എടുക്കാന്ന് പറയും. നോക്കിയപ്പോൾ മെസ്സേജ് നോക്കി ഞങ്ങൾ പറ്റിച്ചാന്ന് പറയും. ഞാൻ എൻ്റെ ഒരു ബാബു എന്ന് പറഞ്ഞ ഒരു കളിയാക്കില്ലേ. അപ്പൊ ഞാൻ ഇനി ഇങ്ങനെ പഠിച്ചിരുന്നു. അപ്പൊ അവനെ പറ്റിച്ചോണ്ടിരിക്കുക. ഇപ്പൊ ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പെണ്ണിന്റെ ഒരു മോഡല് ഒരു പെൺകൊച്ചിനെ കാണിച്ച് തന്നു. അപ്പൊ ഞാൻ സത്യം പറഞ്ഞ് നോക്കിയപ്പോൾ ഫേസ്ബുക്കിൽ ആ മോഡലിന്റെ ഫോട്ടോ എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞു, പെരേര നിന്റെ അച്ഛനും അമ്മയും അമ്മൂമ്മയും തീരുമാനിക്കുന്ന കല്യാണം നടക്കുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ പുള്ളിക്കുണ്ടല്ലോ എന്നെ കണ്ട എവിടെ വെച്ച് കണ്ടാലും ഇടിക്കുന്നുള്ള രീതി നടക്കുവാണ്. അതാണ് പെരേര എന്ന് വെച്ചില്ലേ. കാരണം പുള്ളി കളരി, കരാട്ടെ, ഗുംബു, കളരിപ്പയറ്റ്, അങ്ങനെ എല്ലാ സാധനവും പുള്ളിക്ക് അറിയാം. ഒരു ദിവസം രാത്രി വിളിച്ചിട്ട് എന്റെ പോലുള്ള ഞാൻ വിറച്ചു എന്ന് ഉറങ്ങിയില്ല. ഞാൻ സത്യം പറഞ്ഞു ഭയങ്കര ഭീഷണി ഇവിടത്തില്. നാളെ ചേട്ടൻ കാണരുത്, കണ്ടുണ്ടല്ലോ തലയുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഭീഷണി. അതുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എന്റെ പേടി എനിക്കുണ്ട്. ഇയാള് ജിമ്മായിട്ട് കുഴപ്പമില്ല. ഇനിയിപ്പോ എല്ലാവരും പറഞ്ഞു ഞാൻ ബോഡി ഗാർഡിനെ വെക്കാൻ പോവാ, ഇദ്ദേഹത്തിന്റെ ബോഡി ഗാർഡ് ആക്കാൻ പോവാ. കാരണം ഫൈറ്റ് എവിടെ നിന്ന് വന്നെന്ന് അറിയാമല്ലോ. ഞാനിങ്ങനെ നോക്കണം, ഇടയ്ക്കിടയ്ക്ക് നോക്കണം, നിങ്ങൾ കണ്ടു കാണും. അവിടുന്ന് പുറകിന്നാണോ വെട്ടു വന്നേന്ന് അറിയാൻ പാടില്ല ആ രീതിയിലാണ്. കാരണം പെരേരയുടെ ഓരോ വാക്കുണ്ടല്ലോ ഭയങ്കര ശക്തിയാണ്. ചേട്ടനെ മുമ്പിൽ കണ്ടായിരുന്നു. ആദ്യമേ പുള്ളി കണ്ടെടുത്തു ആദ്യമേ പുള്ളി പറഞ്ഞാൽ മാന്യമായിട്ട് പറഞ്ഞ ചേട്ടൻ എന്റെ ചേട്ടനെ പോലെ നിന്നാ കല്യാണം നടത്തി തന്നെ. ഇന്നാളെ ഒരു ദിവസം പറയാം, ഞാൻ പറയാം അതൊക്കെ ഫേക്കാണ്, അങ്ങനെ പെണ്ണുമില്ല കോപ്പുമില്ല എന്ന് പറയാം, ചേട്ടൻ കല്യാണത്തിന് വരണ്ടാന്ന്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ആ രീതിയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ എന്റെ പൊന്നു സുഹൃത്തുക്കളെ, എന്തെങ്കിലും അപകടം വരും എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെ നിന്നാണ് വിട്ടു എന്നു അറിയാൻ പറ്റില്ല. അപ്പൊ നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തടഞ്ഞേക്കണം കേട്ടോ. അവന്റെ ഫൈറ്റ് എന്ന് പറയുന്നത് 1.5 ഫൈറ്റാന്ന് പറഞ്ഞത്. തലയടിച്ച് തെറിപ്പിക്കുന്നതാണ് പറഞ്ഞത് മുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ. പെരേര ഞാൻ എന്ത് ചെയ്തിട്ടാണ് നീ എന്നെ കൊല്ലാനായിട്ട് കിടക്കുന്നത്? ഇനി എനിക്ക് എന്നെ വിനീതം ബാധിക്കും. അല്ല നിങ്ങളിപ്പോ ബോഡി ഗാർഡായിട്ട് ഞാൻ ഇവരെ നിയമിച്ചേക്കുക സത്യം പറഞ്ഞു. പിന്നെ കുറെ ആൾക്കാർ കഴിഞ്ഞ ദിവസം നമ്മുടെ മാഫ്റ്റിക്കുള്ള ഒരു വീഡിയോ ഇട്ട് കമന്റ് ഇട്ടേക്കുക. ഞാൻ എന്റെ കൂട്ടുകാരനെ കുറിച്ചല്ലേ പറഞ്ഞേ, സുമേഷ് കുട്ട്ലക്കിനെ കുറിച്ച്. അവനെ കുറിച്ച് ഇപ്പൊ ഞാനത് കോമഡി ആയിട്ട് പറഞ്ഞതല്ല, സീരിയസ് ആയിട്ട് തന്നെ പറയാം. എന്റെ നന്മ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇപ്പൊ ബിഗ് ബോസിൽ പോകാൻ വേണ്ടിയാണ് മുടി വെട്ടിയെന്നൊക്കെ ചില ആൾക്കാരുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, അതിൽ ചെറിയ കമന്റ് വന്ന് 4 ദിവസം കഴിയുമ്പോൾ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിപ്പോരും. ഞാൻ പറഞ്ഞു 1-ാം ദിവസം തന്നെ ഇറങ്ങിപ്പോരും അതിൽ വന്നു കഴിഞ്ഞാൽ എന്നാൽ ഞാനും തിരിച്ചു പറഞ്ഞു. അപ്പം ഈ മുടിയും താടിയൊക്കെ വെട്ടാൻ കാരണം ഒരു ദിവസം എന്നെ പച്ചത്തെറി വിളിച്ചു സുമേഷ്, നിനക്ക് നാണാവില്ലടാ ഇങ്ങനെയുള്ള സാധനമൊക്കെ കെട്ടി നടക്കാൻ പറഞ്ഞു. പുഷ്പ ചെയ്തില്ലേ, പുഷ്പ എന്നൊരു സാധനം ചെയ്തില്ല, പക്ഷെ ബോറായി പോയി. പക്ഷെ അത് ചെയ്തതിന്റെ ഫലം ഉണ്ടായി. ആ സാധനം എടുത്ത് ഇപ്പൊ കോമഡി ഉത്സവത്തിൽ അവന്മാരെ കണ്ടന്റ് ആക്കി എന്റെ പേര് പറഞ്ഞുണ്ട്. അപ്പൊ അതും നല്ലതാണ്, അനുബ്ലോക്ക് അതിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും അല്ല. അപ്പൊ സുമേഷ് എനിക്ക് ചെറുപ്പം മുതലേ എനിക്ക് മിമിക്രിക്ക് ആണെങ്കിലും എല്ലാവരും സപ്പോർട്ടാണ് സുമേഷ് കുട്ട്ലക്ക്. ഇതിനോടൊപ്പം തന്നെയുള്ള അമീറ പടത്തിൽ വില്ലൻ, ചോല ബിസ്കി, കോളനി എന്ന് പറഞ്ഞ മാസ്റ്റർ മനാപാതിനാണ് എന്നോട് അഭിനയിച്ച ആളാണ്, അറിയാലോ. അപ്പൊ സുമേഷിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ അവനെ ഇതായിട്ട് പറഞ്ഞാൽ എന്റെ നല്ല സുഹൃത്ത് തന്നെയാണ് എല്ലാ കാര്യത്തിലും. എനിക്കൊരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവരുണ്ടെങ്കിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ ജ്യേഷ്ഠനാണ്, കാരണം പ്രായം കൊണ്ട് മൂത്താണെങ്കിൽ നമ്മൾ പേര് വിളിക്കുന്ന ഒരു സൗഹൃദം കൊണ്ട് വിളിക്കുന്ന കേട്ടോ. അപ്പൊ സുമേഷ് കുട്ട്ലക്ക് എന്റെ കൂടെ പ്രോഗ്രാമിനും ഈ അടുത്ത കാലം തൊട്ട് പുള്ളി പരിപാടിക്ക് വരുന്നില്ല. അപ്പൊ നമ്മുടെ കൂടെ ഇപ്പൊ ഞാൻ മാഹിൻ മൂവാറ്റിനെ മാത്രമേ ഉള്ളൂ ഇപ്പൊ പ്രോഗ്രാമിന്. സുമേഷ് സ്ഥാനത്ത് ഇപ്പൊ മാഹിനെ വെച്ചിരിക്കുകയാണ്. കുട്ട്ലക്ക് വിഷയം പോയി നടത്തുന്നത് ഞങ്ങളാണ്. അപ്പം വരാത്ത വേറെ ഒന്നും അല്ല, കാരണം ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഇതായിട്ട് നിൽക്കണോണ്ട് അവനത് കണ്ടപ്പോ ഒരു സങ്കടം കൊണ്ടാണ് അവൻ പറഞ്ഞടാ നീ ഒറ്റയ്ക്ക് പരിപാടി ചെയ്താൽ മതി. അല്ലല്ല, മാഹിന്നൊരു തടിയല്ലേ പാട്ട് പറഞ്ഞ മാഹിൻ കുര്യമ്മല, മാഹിൻ മൂവാറ്റ എന്ന് പറഞ്ഞാണ് അറിയപ്പെടുന്നത്. പെരേരയുടെ കുത്തിന് പിടിച്ചില്ല 1 ലക്ഷം നാടാന്നൊക്കെ പറഞ്ഞ സാധനം. അപ്പൊ എനിക്കൊന്നും പറയാനുള്ളൂ, സുമേഷ് കുട്ട്ലക്ക് എന്റെ നല്ലൊരു സുഹൃത്ത് തന്നെയാണ്. അപ്പൊ ആരെന്തൊക്കെ പറഞ്ഞാലും കാരണം എന്റെ നന്മ ആഗ്രഹിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അവൻ കാരണമാണ് ഞാൻ കോമഡി ഉത്സവത്തിലേക്ക് വരാനുള്ള കാരണം തന്നെ. എന്നെ എന്തെങ്കിലും ആക്കി തീർക്കണം. സോണറ്റ് രാമപുരം എന്ന് പറഞ്ഞൊരു പയ്യനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നു.
അതിലൂടെ ശരത് ആലപ്പിനെ പരിചയപ്പെടുത്തി. അങ്ങനെ ഞാനും സുമേഷുമാണ് കോമഡി ഉത്സവത്തിൽ പോയി. 1 കോടിയിൽ എത്താനൊക്കെ എന്നൊരു പ്രചോദനം. നീ വരൂടാ എന്ന് പറയും. അപ്പം ഒരു 10 തവണ എന്ന് പറഞ്ഞു നോക്കിക്കുക നമ്മള്. ഞാൻ വീട്ടിലിരുന്ന് പറഞ്ഞു 1 കോടി കണ്ടിട്ട് ഈ പരിപാടിയിൽ ഞാൻ വന്നായിരുന്നെങ്കിലോ എന്ന് വെച്ചു. അപ്പൊ വീട്ടിൽ പുച്ഛം. പിന്നെ 1 കോടിയിൽ നിങ്ങൾ വിളിക്കുമല്ലേ എന്ന്. 3-ാമത്തെ ദിവസം ഒരു കോള് വരിക, ഹലോ നാളത്തെ ഷൂട്ടാന്ന് 1 കോടിയിൽ അവരോട് ഷൂട്ടാന്ന് പറഞ്ഞപ്പോ ഞാൻ ആക്ടിങ് മാറ്റി. അപ്പൊ കളിയാക്കണേന്ന് നിർത്തി ഞാനിങ്ങനെ അതല്ലേ എപ്പോഴാണ് പറയണ്ടേ ആ സാധനം കടിച്ചു. വരാലോ എല്ലാം കഴിഞ്ഞ് ഇത് ഏത് പന്നിയാ വല്ല ഗ്രൂപ്പിലെ ആളാണെന്ന് പറയാൻ വേണ്ടി സേവ് ചെയ്തിപ്പോ ഫ്ലവേഴ്സ് പെട്ടെന്ന് തന്നെ തിരിച്ചു പിടിക്കാം. എന്താ അഭിലാഷ്? അല്ല സാറേ ചൊവ്വാഴ്ച ഓക്കെ അല്ലേ? അത് എന്താ അഭിലാഷ് കൊണ്ട് കുഴപ്പമുണ്ടോ? അല്ല അന്ന് ഞാൻ വേറെ പരിപാടി ഉണ്ട്, അത് മാറ്റാൻ വേണ്ടിയാ. ഓക്കെ ചൊവ്വാഴ്ച ഷൂട്ട്. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചത് ആരാണ് ഇത്, എന്താണ് എങ്ങനെ സംഭവിച്ചെന്ന് ഒരു പെടുത്തുക. അത് കഴിഞ്ഞപ്പോ ഞാൻ അവിടെ ചെന്നപ്പോ അതിന്റെ ഡയറക്ടർ പറഞ്ഞു മലയാള മനോരമ പത്രം. ദൈവമേ എന്നെ കുറിച്ചൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. നോട്ടീസ് വിതരണം ചെയ്യണേ, പത്രങ്ങളുടെ നോട്ടീസ് കൊടുക്കുന്ന ഒരു ചെറിയൊരു ഇത് വന്നിട്ടുണ്ടാവും. അതില് പാട്ട് പാടണേ, ചാരിറ്റിയുടെ ഇതൊക്കെ. പിന്നെ ആലുവയിൽ ഞാൻ ശിവരാത്രിയുടെ അന്ന് ഒരു പേഷ്യൻസിന് വേണ്ടി പാടുക, അതിന് വീഡിയോ ഒക്കെ വന്നിരുന്നു. അങ്ങനെ വൈറലായി. അപ്പൊ അങ്ങനെയാണ് വിളിച്ചത്. അപ്പൊ ഒരു നിമിത്തമാണ്. 10 തവണ പറഞ്ഞു നോക്കി കളി. ബിനി 10 തവണ പറഞ്ഞു നോക്കിക്ക്. നാവിന്റെ തുമ്പയിൽ ഗുളികൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ചിലവര് പോസ്റ്റ് മോളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ഇനി തിരിച്ചുണ്ടാവും തോന്നുള്ളതെന്ന് പറയുമ്പോ വ്യത്യാസം എത്ര വരെ കണ്ടെന്നില്ല. പുള്ളി മരിച്ചു പോയെന്ന് കേൾക്കണത്. എന്റെ വീടിനടുത്തുള്ള ചേട്ടൻ പോസ്റ്റ് ഇട്ടൊക്കെ പറഞ്ഞു, ഞാൻ എന്റെ അവസ്ഥ മാറിപ്പോയിട്ട് ഞാനിപ്പോ ഹോസ്പിറ്റലിൽ അതിന് തിരിച്ചു വരുമെന്ന് അറിയില്ല എന്നൊരു പോസ്റ്റ്. പിറ്റേ ദിവസം അല്ല ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി മരിച്ചു എന്ന് പറഞ്ഞു. ചില നാക്ക് ചില പയ്യന്മാര് ബൈക്ക് ഓടിച്ചോണ്ട് പോകുമ്പോ ചിലവര് പറഞ്ഞു കേട്ടില്ല എന്നാ പോക്കടാവെന്ന് പറഞ്ഞത്. അങ്ങനെ ഒരിക്കലും ആരും ഓടിക്കരുത്. ചില നാക്ക് വലിക്കും. ഔട്ട് ഓഫ് ടോപ്പിക് ആവുന്നുണ്ട് അല്ലേ? നമുക്ക് ഔട്ട് ഓഫ് ടോപ്പിക് ആവില്ലേ സിനിമയുടെ ഓക്കെ ഇത് ഞാൻ പറഞ്ഞത് സത്യമല്ലെന്ന് ഞാൻ ചോദിച്ചേ. ചില നാക്കുകളിൽ ഞാൻ ഇവിടെ ഉദ്ദേശിച്ചതല്ലാണ്, ഞാൻ പറഞ്ഞില്ല. ചില നാക്കുകളിലൂടെ പറയുമ്പോ ചില സംഭവിക്കും. ചില പറയും നീ നാളെ നല്ല നടനാവും, നല്ലൊരു നടിയാവുന്ന 10 തവണ പറഞ്ഞു ചിലപ്പോ നമ്മൾ അങ്ങനെ കയറി പോകും. അല്ല അതാണ് ഞാൻ തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് വണ്ടി ഓടിക്കുന്ന സഹോദരന്മാരൊക്കെ സ്പീഡ് കുറച്ച് ഓടിക്കുക. പോകുമ്പോ നമ്മളാലും പറയും ഇത് എന്നാ ഓടിക്കലടാ ഇവൻ ചാവാൻ പോവാണോ അല്ല തീർച്ചയായും പറഞ്ഞു പോയില്ലേ. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് ഇതില് വേറെ വിഷയത്തിലാണ് ഇത് നമ്മൾ നല്ലതാണ് പറഞ്ഞത്. മനസ്സിലായി? നല്ലതാണ് പറഞ്ഞത്. വണ്ടി എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്ഥലത്ത് എത്താൻ വേണ്ടിയുള്ള സാധനമാണ്. ചില സമയത്ത് എങ്ങനെ 9:45 പോണത് നമ്മൾ 9:45 5 മിനിറ്റ് മുമ്പാണ് നമ്മൾ ഇറങ്ങുള്ളൂ. എന്താ കാര്യം? വണ്ടി ഉണ്ടല്ലോ. അല്ലെങ്കിൽ നമ്മൾ രാവിലെ 8 മണിക്ക് ബസ് കയറി ചെല്ലും, ഒരു അപകടം കൂടാണ്ട് ചെല്ലും. ബൈക്ക് ഉണ്ടല്ലോ, സ്പീഡിന് പോവാം. അല്ലെങ്കിൽ 9 മണിക്ക് ഇറങ്ങിയാൽ ഇത്ര ഉണ്ടാവില്ല. അതൊക്കെയാണ് സംഭവിക്കണത്. ഞാനൊരു ഇതായിട്ട് പറഞ്ഞോട്ടാ, ഈ വാഹനങ്ങൾ ഓടിച്ച് ഒരുപാട് അപകടങ്ങളെ ഒന്നും ചെയ്യാത്ത പാവങ്ങളൊക്കെ മരിച്ചു പോകുന്നുണ്ട് റോട്ടിൽ കൂടെ പോണവരൊക്കെ. അതുകൊണ്ട് പറഞ്ഞാണ്, അല്ലാണ്ട് തെറ്റായിട്ട് ഇതില് വേറെ ഇതിലേക്ക് ഉണ്ടാകുന്നതല്ല. എന്തായാലും തയ്യൽ മിഷൻ ഗംഭീരമായി മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അല്ലെ? നിങ്ങൾക്കും ഇപ്പൊ നിങ്ങൾ കുറെ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നിങ്ങളുടെ അപ്കമിങ് എന്തൊക്കെയാ വരുന്നത് എന്നും കൂടെ പറയാവോ? അപ്കമിങ് എന്ന് പറയണ ഞാന് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെയാണ് കൂടുതലും മോഡേൺ ഡ്രസ്സിട്ടുണ്ടാ ചെല്ലുന്നത് നടക്കുന്നതും. പക്ഷെ എന്നെ പിടിച്ച് ഈ പാവപ്പെട്ടതാക്കും. ഒരു പഴഞ്ഞ സാരി കൊടുത്ത് ചിലപ്പോ കഴുത്തിലൊരു കഥയുണ്ട്. പക്ഷെ ഞാൻ ആകെപ്പാടെ ഒരു മോഡേൺ ക്യാരക്ടർ ചെയ്തേക്കുന്ന സിനിമയാണ് ഈ 5-ാം നാൾ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞ മൂവി. അതും പിന്നെ കൊമ്പൻകൊല്ലിമന എന്ന് പറഞ്ഞ അത് പറയാൻ പറ്റില്ല. അത് നമ്മള് ഉണ്ടാവൂലെന്ന് ഒരുപാട് സ്ക്രിപ്റ്റ് ആയിട്ട് നടക്കുന്നവരുണ്ടല്ലോ. ഒരു കാര്യം ഇപ്പൊ വിനിയാണെങ്കിലും സനയാണ് ആദർശാണെങ്കിലും വിനീതാണെങ്കിലും നമ്മുടെ ഇക്കായാണെങ്കിലും എന്താണെന്നറിയോ, നമുക്ക് തോന്നുന്ന കാര്യമായിട്ട് മുന്നോട്ട് പോകാം. ഇപ്പൊ ഒരാള് പറയാണ് എടാ നീ അവിടെ പോകണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനല്ല തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ അവരല്ല തീരുമാനിക്കണം, നമ്മൾ തീരുമാനിക്കണം. കാരണം ഒരു ചെറിയൊരു കാര്യം പറയണം, ബോറടിപ്പിക്കാൻ വേണ്ടി പറയണം. എൻ്റെ ഒരു ഫ്രണ്ട്, പേര് ഞാൻ പറയുന്നില്ല, ലേഡിയാണ്. അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൻ്റെ കയ്യിലായിരുന്നു എപ്പോഴും ഫോണ്. ഒരു തമിഴ് സിനിമയിൽ നല്ല അവസരം വന്നപ്പോൾ മെസ്സേജിൽ ചോദിച്ചു, മോളെ റെഡി അല്ലേ, അടുത്ത ആഴ്ച കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാട്ടിൽ ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇവന് കുരു പൊട്ടി, രക്ഷപ്പെട്ടാലോ എന്ന് കരുതി ഇവനെന്ത് ചെയ്തെന്ന് പറയാം, ടൈപ്പ് ചെയ്ത് വെച്ചു താല്പര്യമില്ലാന്ന്. അപ്പൊ പുള്ളി ഓക്കെ എന്ന് പറഞ്ഞു. ദൈവം എന്ന് പറഞ്ഞ ഒരാളുണ്ട്, പറഞ്ഞേ ദൈവം എന്ന് പറഞ്ഞ ആളുണ്ട്. ഒരു ഫംഗ്ഷനിൽ വെച്ച് കണ്ടപ്പോ ഈ കൊച്ചു അങ്ങോട്ട് വെച്ചു, സാറേ പടം തുടങ്ങിയോ, എന്തായി എന്നെ വിളിച്ചില്ലെന്ന് പറയും. മോളിക്ക് മെസ്സേജ് അയച്ചാലേ താല്പര്യമില്ല എന്ന് പറഞ്ഞില്ലെന്ന് പറയും. ഈ കൺട്രോളർമാരെന്ന് പറഞ്ഞാൽ അവര് ലേഡീസിനൊക്കെ മെസ്സേജ് അയച്ചാൽ അവര് പിന്നെ ചെറിയാൻ നിൽക്കത്തില്ല, കാരണം സിനിമയാണല്ലോ. അവിടെ അത്യാവശ്യം അറിയാലോ, എനിക്ക് നമ്മൾ അത്യാവശ്യം മെസ്സേജ് അവരെ അയക്കുള്ളൂ, അല്ലെ, നോക്കി കണ്ട് അയക്കുള്ളൂ. സാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടൊന്നും ഇല്ല എന്ന് പറയും. പുള്ളിയുടെ മെസ്സേജ് ഇടുന്നുണ്ട്, പുള്ളി കാണിച്ചു കൊടുത്തപ്പോ താല്പര്യമില്ല. അപ്പൊ
ഇതാ പറഞ്ഞു സാറേ ഞാൻ അയച്ചതല്ല, അല്ല ഇങ്ങനെയല്ല വന്നേ. അപ്പൊ അവള് ബോയ് ഫ്രണ്ടിന്റെ കാര്യം ഒന്നും പറഞ്ഞില്ല കേട്ടോ, എന്റെ അടുത്ത് പറഞ്ഞൊരു അനുഭവമാണ് പറഞ്ഞത്, ഉള്ള കാര്യമാണ് പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോ എന്നാ ഇവരെ വിളിച്ചു കാര്യങ്ങൾ എടീ നീ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളെ വിട്ടു പോകില്ല, ആ ഒരു മൈൻഡ്. അപ്പൊ പറഞ്ഞു എടി ഞാൻ രക്ഷപ്പെട്ടു പോയാൽ നിനക്ക് ഗുണമല്ലേ ഉണ്ടാവുള്ളൂ എന്ന് അവള് പറഞ്ഞു. അവർ ഇനി പോലെ ഒരു സൗഹൃദം നമ്മൾ തമ്മിൽ ഇല്ല എന്ന് പറഞ്ഞു. എന്താ കാര്യം, അവിടുത്തെ ഫ്രണ്ട്സിനെ കിട്ടിയിട്ട് അവൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. നല്ലൊരു വേഷമാണ് പോയത്. ആ വേഷം കേൾപ്പിക്ക് നല്ലൊരു അവസരം വന്നു. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാണ് തീരുമാനിക്കുന്നത്. ഒരു സിനിമ ഇപ്പൊ ബിനിയെ ഇപ്പൊ എന്റെ സൗഹൃദം അഭിലാഷ് ആട്ടായിട്ട് കൂട്ടുകൂടണമെന്ന് ബിനി തീരുമാനിക്കണം. ബിനിയുടെ ഫ്രണ്ടോ അല്ലെങ്കിൽ ഒരാൾക്കാരോ അവന്റെ കൂടെയാണോ നിങ്ങൾക്ക് നെഗറ്റീവ് കിട്ടും എന്ന് പറഞ്ഞാൽ അവരല്ല തീരുമാനിക്കേണ്ടത്. ആണോ അവന്? ഇനി ആണോ സോനെ? അല്ലേ? നമുക്ക് നമ്മളെ സൗഹൃദമാണെങ്കിൽ ഉണ്ടല്ലോ. ഇപ്പൊ അലിൻ ജോസ് പെരേരയുടെ കൂടെ ഞാൻ നിൽക്കുമ്പോൾ പലരും എന്റെ മെസ്സഞ്ചർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ബ്രോക്ക് നല്ല കഴിവുണ്ടല്ലോ, എന്തിനാണ് കൂട്ടുകൂടുന്നത്? ഞാൻ പറഞ്ഞു അത് എന്റെ കൂടെ വന്നൊരു വ്യക്തി തന്നെയാണ്, എന്റെ കൂടെ ഉള്ളൊരു സഹോദരൻ തന്നെയാണ്. അവന്റെ കൂട്ട് നമുക്ക് ഇനിയിപ്പോ അവന്റെ കൂട്ട് വെട്ടിയാലും ആൾക്കാർ പറഞ്ഞാ അലിൻ ജോസിന്റെ കൂടെ ഉള്ള ആളല്ലേ എന്ന് പറയുള്ളൂ. ആണോ അല്ലയോ? അല്ലേ? ഇനി എത്ര ഇത് വർഷം കഴിഞ്ഞാലും മറ്റേ ആറാട്ടിന്റെ കൂടെ നടക്കണേ അവനല്ല എന്നാ ചോദിക്കുള്ളൂ, ഇനി കൂട്ട് വെട്ടിയാല്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വേറെ ഒന്നുമല്ല, നമ്മൾ തന്നെ തീരെ. ഇപ്പൊ ബിനിക്ക് തന്നെ തരോ ചിലർ പറയുമ്പോ ഒരു സംവിധായകനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ആളെ കുറിച്ചോ ചിലപ്പോൾ നെഗറ്റീവ് പറയും. അവർക്ക് കിട്ടാത്ത കുശുമ്പായിരിക്കും. എടിയാ എന്റെ കൂടെ ഒന്നും പോകണ്ടാട്ടോ എന്ന് പറയും. പെട്ടെന്ന് നമ്മൾ വിശ്വസിക്കാത്ത ഒരു കൂട്ടുകാരാണെങ്കിൽ അത് നേരാ. പക്ഷെ അവിടെ അവസരം പോണ ബിനിക്കായിരിക്കും. ആണല്ലോ? ആ ബിനി തന്നെ തീരുമാനിക്കുക. നല്ലതാണോ ചീത്തയാണോ എന്നുള്ള പ്രായം ഉണ്ടല്ലോ. ഇപ്പൊ നല്ലതിനാണോ ചെയ്യണത് ചീത്തയാണോ ചെയ്യണെന്നുള്ള അറിയാനുള്ള പ്രായം ഉണ്ടല്ലോ. അപ്പൊ ബിനിയുടെ ഒരു തീരുമാനം അല്ലേ? പക്ഷേ നമ്മൾ തെറ്റാണോ? ഇപ്പൊ ഞാൻ പറയാതെ ഇപ്പൊ ഇന്റർവ്യൂ കാണുമ്പോൾ പലവരും കമന്റ് ഇടാനൊക്കെ വരും. നമ്മൾ കമന്റ് പേജ് ഒന്നും നോക്കി മൈൻഡ് ചെയ്യണ്ട. കമന്റ് ആർക്കും ഇടാം, മനസ്സിലായില്ലേ? കമന്റ് ഇടാനുള്ള ആൾക്കാർ വരും, അത് അവരുടെ ഡ്യൂട്ടിയാണ്. അങ്ങനെയാണ് ഇവരൊക്കെ ചാനല് പണ്ടേ അടച്ചു പൂട്ടേണ്ട ആൾക്കാരാ. കമന്റ്സ് ഇടും അല്ലേ? മൈൻഡ് ചെയ്യാൻ പോകണ്ട, മൈൻഡേ ചെയ്യണ്ട. കാരണം ഒരു അസൂയാണ് കമന്റ് എന്ന് പറഞ്ഞത്. അസൂയ. നമ്മൾ കമന്റ് ഇടാണെന്ന് പറയാം ഇവർ ഇത്ര ആയല്ലോ, ഇവന്മാരെ തകർക്കാൻ നോക്കാം. എവിടെ തകർക്കാൻ? അതിനും വലിയ മുന്നോട്ട് ഇല്ലേ? പക്ഷെ ഈ ഇൻഡസ്ട്രിയിലോട്ട് ഉള്ളവർക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തോരം കഷ്ടപ്പെട്ടുണ്ട് നമുക്ക് കയറി വരാൻ പറ്റണെന്നുള്ളത്. എനിക്ക് തോന്നുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ഇനി സിനിമയിലേക്ക് പുതിയ ആളുകൾ കയറി വരുന്നത് കുറച്ച് ടഫാണ്. ടഫെന്ന് വെച്ചാൽ ഒരുപാട് ഇതിനു വേണ്ടി തന്നെ പിള്ളേർ ഇറങ്ങി. ടൈം പോവൂലേ? ലാലേട്ടനെ ഇവിടെ ഇത്ര വർഷം നിൽക്കുമെന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു കഠിനാധ്വാനം കേട്ടോ. എന്നാലും നമുക്ക് ഇപ്പത്തെ കാലത്ത് കുറച്ചും കൂടി വെൽക്കമിങ് കുറഞ്ഞു വരുന്നു, അങ്ങനെ തോന്നുന്നുണ്ടോ? അതോ പഴയകാലം അവസരങ്ങൾ കുറഞ്ഞ ഞാൻ അതാണ് പറഞ്ഞു വന്നത്. അതായത് ഒരുപാട് പിള്ളേര് നമ്മളില്ലെങ്കിൽ അടുത്ത ആള് ഓപ്ഷൻസ് കൂടുതലാണ്. നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് കറക്റ്റ് ആണ് പറഞ്ഞു. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്നവരെയാണ് വിളിക്കുന്നത്. അത് ഭയങ്കര ഒരു ഇതാണ്. കാരണം എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ആയെന്ന് കണ്ടവർ അപ്പൊ തന്നെ വിളിക്കുകയാണ്. അതിലൊക്കെ തെറ്റാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ ഒന്നും അല്ലാത്ത ഒരുപാട് കലാകാരന്മാരുണ്ട്. ഞാൻ വേറെ കാര്യം ആണല്ലോ, ഒരുപാട് പേരുണ്ട്. അതല്ല, അതായത് വേറെ ഒന്നല്ല, ഇപ്പൊ ഈ സിനിമ ബേസ് ചെയ്തല്ലാതെ തന്നെ എന്തോരം ആളുകളെ ഇന്റർവ്യൂ ചെയ്യുന്നു നിങ്ങളൊക്കെ. ഞാനതാ ഇപ്പൊ ജാസി എന്ന് പറയുന്ന എന്തോരം ആളുകളാണെന്നറിയോ ഓരോ പ്രൊഡക്റ്റ് ആയിട്ട് അങ്ങനെയൊക്കെ ഉള്ള ആളുകളെ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുന്നില്ല അല്ലെ? സിനിമ അല്ലാതെ തന്നെ ഏതെങ്കിലും രീതിയിൽ പബ്ലിക് ഫിഗർ ആകാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഉള്ളതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റുമല്ലോ റീൽസിലൊക്കെ എത്രയോ കഴിവുള്ള സന വൈറലാണ്. എന്താ കാര്യം? സന പെട്ടെന്ന് പേസ് രജിസ്റ്റർ ആയ ഒരു കുട്ടിയാണ് സനയുടെ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഇന്റർവ്യൂസ് അതുപോലത്തെ ഇന്റർവ്യൂസിൽ പെട്ടെന്ന് റീച്ച് കയറിയ കുട്ടിയാണ് സന. കാരണം ഡാൻസ് ചെയ്യും, അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്യും. ഒരു കൂട്ടുകാരായിട്ട് ചെയ്യും, ഒരു കൊച്ചു കുട്ടിയായിട്ട് ഡാൻസ് ചെയ്യണം, എല്ലാം ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. പക്ഷെ വൈറലാവുന്ന ഭാഗ്യമാണ്, പെട്ടെന്ന് റീച്ച് ആവുക. പിന്നെ ഇവര് കണ്ടന്റ് ചെയ്യുന്നുണ്ട്, ബ്ലോഗ് ചെയ്യുന്നുണ്ട്. ഒരു പരസ്യം കഴിഞ്ഞത് ബേക്കറിയുടെ പരസ്യം ഞാൻ കണ്ടിരുന്നു. ആദർശമായിട്ട് നല്ല കണ്ടന്റ്സ് ഇവര് വ്യത്യസ്ത കണ്ടന്റ്സ് ടീമായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ പോകും. അപ്പൊ ഞാൻ ഇതിന്റെ ഇനി അപ്കമിങ് എന്തൊക്കെയാ അപ്കമിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഒരു മൂവിയേ ഉള്ളൂ. ഈ ഒരു മൂവി റിലീസിന് വേണ്ടിയിട്ട് തയ്യൽ മിഷൻ എന്ന് പറയുന്ന ഈ മൂവി, അതെ ഈ ഒന്ന് റിലീസ് ആവാൻ വേണ്ടിയിട്ട്. കാരണം ഇതിനകത്ത് ഞാനൊരു നല്ലൊരു ക്യാരക്ടറാ ചെയ്തിരിക്കുന്നത്. ആ ക്യാരക്ടർ എന്താവും, സിനിമ എങ്ങനെ നമുക്കത് വൈഡാക്കാൻ പറ്റും? കാരണം എനിക്ക് ഇതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞ പോലെ സിനിമ ഒരു പാഷനാണ്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഞാൻ എൻ്റെ കാറിൽ പോയിരുന്ന് ആഴ്ചയിൽ ഒരു ദിവസം പ്രധാനപ്പെട്ട കുറച്ച് ഡയറക്ടർമാരെ ഫോൺ ചെയ്യുന്ന ആളാണ്. ചാൻസ് ചോദിച്ചിട്ട് കേട്ടോ. പക്ഷെ ഇതുവരെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ല. പക്ഷെ വിനയൻ സാറ് മാത്രം എനിക്ക് റിപ്ലൈ തരാറുണ്ട്.
എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സാറ് പോലെ നല്ല സാറാ സാറിന്റെ ഒരു ക്വാളിറ്റി കേട്ടോ അത്. തീർച്ചയായും. മറ്റുള്ളവർ ഓക്കെ നോക്കാം. ഇപ്പൊ ബോബി സഞ്ജയ് റൈറ്റർ, അദ്ദേഹത്തൊക്കെ എൻ്റെ പേഴ്സണൽ വാട്സാപ്പ് മെമ്പറാണ്. അദ്ദേഹത്തിനോട് പറയുമ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നീ പൈസ കൊടുത്തൊന്നും ഒരിക്കലും അഭിനയിക്കാൻ പോകരുത്, എപ്പോഴെങ്കിലും ഒരു ഇത് വരുവാന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടർ ഞാൻ എഴുതാം. അപ്പോഴും ഞാൻ ചിന്തിക്കുന്ന വേറെ ഒന്നല്ല, നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു സംഭവം ആളുകൾ ഒരു പ്രൊഡക്റ്റ് കാണണമല്ലോ. നമ്മളൊരു പ്രൊഡക്റ്റ് ചെയ്തിട്ട് അത് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റണ്ടേ? അത് എത്തിക്കാൻ പറ്റി, അത് എത്തിയതിന് ശേഷം ചിലപ്പോൾ സംഭവിക്കാവുന്ന ഒരു കാര്യം, അത്രേ ഉള്ളൂ. ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ബൈജു കുട്ടമ്പഴയുടെ കോണ്ടാക്ട്സ് ഉണ്ടോ? ബൈജു കുട്ടമ്പഴ ഇപ്പൊ എന്തോ മീഡിയയുടെ പരിപാടിയൊക്കെ ആയിട്ട് നല്ലൊരു കലാകാരനാണ്. കാരണം ഇവരായിട്ട് പരിചയപ്പെടാൻ കാരണം ബൈജു കുട്ടമ്പഴയാണ്. കാരണം കുട്ടമ്പഴ എന്ന് കേട്ടല്ലോ ഗ്രാമമാണ്, അവിടെ ഒരുപാട് സപ്പോർട്ടൊന്നും കിട്ടില്ല അവിടെ, അല്ലേ? TV, റേഡിയോ അങ്ങനെ ഇപ്പോഴാണ് പുരോഗമിച്ചത്. ആ നാട്ടിൽ നിന്നും സ്വന്തമായി കാണാണ്ട് പഠിച്ച് തമിഴ് പാട്ടുകൾ, വിജയുടെ പടത്തിൽ പാട്ടൊരാളാണ് ബൈജു കുട്ടമ്പഴ. ആദ്യമേ ഒരു ദിവസം എൻ്റെ അടുത്ത് ചാൻസ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഓടാ ഞങ്ങളുടെ പരിപാടി കഴിയുമ്പോൾ ചാൻസ് ഇല്ലാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് വല്ല ഈ സ്കൂളിലൊക്കെ പരിപാടി ചെയ്യുമ്പോൾ ചിലവർ ഷൈൻ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും കാണിക്കില്ലേ, ശിവൻ കയറി മേഘമായി വന്നു പോകരുന്നുള്ള പാട്ട് പാടി. ഞാൻ ഒരു നിമിഷം ഇങ്ങനെ സ്റ്റില്ലായിപ്പോയി, കാരണം നല്ല തമിഴ് വോയിസ്. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം, കാരണം ടൈം. പെട്ടെന്നൊരു കാര്യം. ഓക്കെ, അപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് നിങ്ങളോട് സംസാരിച്ചപ്പോൾ തോന്നിയൊരു കാര്യം എന്താന്ന് വെച്ചാല്, ഒരുപാട് ഇങ്ങനെ ആഗ്രഹിച്ചിട്ട് സിനിമയ്ക്ക് വന്ന രണ്ടുപേരാണ് നിങ്ങൾ. അപ്പൊ നിങ്ങൾക്കാണെങ്കിലും ഈ അവസരങ്ങൾ കിട്ടുന്നുണ്ട്, പക്ഷെ എന്താ പറയാ, ഉയർന്നു വരാൻ പറ്റാത്തൊരു മീൻസ് പയ്യാണ് ആ ഒരു ഉയർച്ച എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ മനസ്സ് നിറഞ്ഞ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് ഇനി ഒരുപാട് അവസരങ്ങളും കിട്ടട്ടെ. ഈ പറഞ്ഞ പോലെ ആ സക്സസ് നിങ്ങളെ പെട്ടെന്ന് തേടി വരട്ടെ എന്ന് പറയും. ഇപ്പൊ ഒരുപാട് സിനിമകൾ റിലീസാവാൻ നിൽക്കണാണല്ലോ, അപ്പൊ അതിലൂടെ ഒക്കെ തേടി വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഒരു ആശംസ ഞങ്ങൾക്ക് തന്നെ സപ്പോർട്ട് തന്നെ. സിബിൻ തോട്ടങ്ങൾ എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറിന്റെ പുതിയ വർക്ക് ലോട്ടറി ടിക്കറ്റ് ഞാൻ പെരേരയാണ് ചെയ്തിരിക്കുന്നത്. ഡബിങ് കഴിഞ്ഞു. ഇനിയിപ്പോ ഫീമെയിൽ ആയിട്ട് അഭിനയിച്ച സൂര്യ ഇപ്പൊ ഗൾഫിലാണ്. അതിനോടെ കഴിഞ്ഞ് തീരും. അപ്പൊ നിങ്ങളെ സപ്പോർട്ട് എന്തായാലും ആ സിനിമയ്ക്കും നമ്മുടെ തയ്യൽ മെഷീൻ എന്ന സിനിമയ്ക്കും പിന്നെ ബിനിയുടെ ഒക്കെ ഒരുപാട് സിനിമകൾ ഇറങ്ങാൻ നിൽക്കുമല്ലേ, അതിനെല്ലാം സമരസ എന്ന് പറഞ്ഞ മൂവി ചെയ്യുന്നുണ്ട്. മന്ദാകിനിയിലും നിത്യഹരിത നായികയിലൊക്കെ ഉണ്ട്. നഗിലയുടെ കൂട്ടുകാരിയായിട്ട് നല്ലൊരു ക്യാരക്ടറാണ് ചെയ്തോണ്ടിരിക്കുന്നത്. നിലമ്പൂരാണ് വർക്ക് ചെയ്തോണ്ടിരിക്കേണ്ടത്. അത് ഉടനെ റിലീസ് ആവാനായിട്ടുള്ള അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഡബിങ് തുടങ്ങണം. പിന്നെ പ്രദീപ് ഏലൂരിന്റെ യുദ്ധം എന്ന് പറഞ്ഞാലും പെരേരയാണ് കൂടുതൽ. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും എല്ലാവരും ആഗ്രഹങ്ങളും നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പൊ അഡ്വാൻസ് ഒരു കാര്യം കൂടെ പറയണം. അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ ഒരു കാര്യം പറഞ്ഞു, കലാകാരന്മാർക്ക് വയനാട് ദുരന്തം വന്നപ്പോഴേക്കാ വിട്ടുപോയില്ലേ, ഒരുപാട് പേര് വിട്ടുപോയില്ലേ, ആണോ ഇല്ലയോ? ഒരുപാട് സങ്കടമായിരുന്നു. സൗണ്ടുകാർക്ക്, മിമിക്രിക്കാർക്ക്, പാട്ടുകാർക്ക്, എല്ലാവർക്കും. കൊറോണ വന്നു, വെള്ളപ്പൊക്കം വന്നു. കൊറോണ വന്നപ്പോഴും ശരിക്കും പേടിച്ചു പോയി. അതെല്ലാം ദൈവാനുഗ്രഹം കൊണ്ട് മാറി, വെള്ളപ്പൊക്കം മാറി. അപ്പോൾ ഈ വയനാട് ദുരന്തം നമുക്കൊരു ഷോക്കായിരുന്നു. അതിനുമുമ്പ് അർജുൻ്റെ പ്രശ്നമൊക്കെ വന്നപ്പോഴും നമുക്ക് ശരിക്കും ഇതായിരുന്നു, ആഘോഷങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ വീണ്ടും ആ കലാകാരന്മാരുടെ സന്തോഷം വന്നിരിക്കുക, പാട്ട് പാടാനും മിമിക്രി ഉത്സവങ്ങളൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ വരുന്ന വർഷം, ഈ വർഷം പോട്ടെ, ചിലർ അടുത്ത വർഷം ഞാൻ കുടിക്കില്ല, ഈ വർഷം കൂടെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വീണ്ടും കുടിക്കില്ല എന്ന് പറഞ്ഞ പോലെയല്ല. അടുത്ത വർഷം എല്ലാവർക്കും പ്രോഗ്രാംസ്, സിനിമകളും ഉണ്ടാവട്ടെ. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ നേരുകയാണ്. നല്ല വർഷമായി മാറട്ടെ, അല്ലേ? നമ്മുടെ സന ആദർശിന്റെ ഭാഗമായിട്ട് ഞാനിവിടെ കൂടി പറയണം. അപ്പൊ പറ ഹാപ്പി ന്യൂ ഇയർ. അടിപൊളി.